ഡിയർ സ്റ്റുഡൻസ്, ഈ വീഡിയോ ക്ലാസ്സിലൂടെ നമ്മൾ നോക്കുന്നത് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടോപ്പിക്കാണ്. കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇന്ന് അസൈൻമെൻറ്റ് ഓഫ് പോളിസി, റീ ഇൻഷുറൻസ്, ഡബിൾ ഇൻഷുറൻസ്, അതുപോലെ കൈൻഡ്സ് ഓഫ് ഇൻഷുറൻസ്, ഇങ്ങനെയുള്ള കുറച്ച് ടോപ്പിക്സിനെ കുറിച്ച് നമുക്ക് നോക്കാം. എന്താണ് ഈ പോളിസി അസൈൻമെൻറ്റ് കൊണ്ട് മീൻ ചെയ്യുന്നത്? അസൈൻമെൻറ്റ് കൊണ്ട് മീൻ ചെയ്യുന്നത് ഒരാളുടെ ഓണർഷിപ്പിലോ അല്ലെങ്കിൽ പൊസഷനിലോ ഉള്ള ഒരു പ്രോപ്പർട്ടിയോ ഡീഡോ ഒരു വസ്തുവോ മറ്റൊരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നതിന് പറയുന്ന പേരാണ് അസൈൻമെൻറ്റ്. സോ ഒരു പോളിസി ഇനി ഇത്തരത്തിൽ നമുക്ക് അസൈൻ ചെയ്യാൻ പറ്റുമോ, ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ പറ്റുമോ? ഒരാളുടെ പേരിൽ എടുത്തിരിക്കുന്ന ഒരു ഇൻഷുറൻസ് പോളിസി മറ്റൊരാളുടെ പേരിലേക്ക് മാറ്റി കൊടുക്കാൻ പറ്റുമോ, അല്ലേ? അതാണ് ഇവിടെ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. ക്ലിയർ? സോ അസൈൻമെൻറ്റ് ഓഫ് എ പോളിസി. So a marine policy is assignable by endorsement. Clear? ഒരു മറൈൻ ഇൻഷുറൻസിൻ്റെ പോളിസി എന്ത് ചെയ്യാം? ബൈ എൻഡോഴ്സ്മെൻറ്റ് ചെയ്തിട്ട് തന്നെ നമുക്ക് അസൈൻ ചെയ്ത് കൊടുക്കാം. കാരണം ഇത് ഫോറിൻ ട്രേഡൊക്കെയുമായി ബന്ധപ്പെട്ടതുകൊണ്ട്, അല്ലേ? കാരണം ഇമ്പോർട്ടർ ചിലപ്പോൾ എക്സ്പോർട്ടറായിരിക്കും ഇൻഷുർ ചെയ്യുക. ക്ലിയർ? ഇമ്പോർട്ടർക്കായിരിക്കും അതിൻ്റെ ബെനിഫിറ്റ് കിട്ടേണ്ടത്. ക്ലിയർ? അപ്പോൾ ഇതിൻ്റെ ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് എക്സ്പോർട്ട് ചെയ്യുന്നതോടുകൂടി ഇമ്പോർട്ടറിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എന്ത് ചെയ്യാം? ഈ എക്സ്പോർട്ടർ എടുക്കുന്ന ഇൻഷുറൻസ് പോളിസി അതിനെ ഇമ്പോർട്ടറുടെ പേരിലേക്ക് എൻഡോഴ്സ്മെൻറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ക്ലിയർ? സോ മറൈൻ ഇൻഷുറൻസ് പോളിസി ഈസ് അസൈനബിൾ ബൈ എൻഡോഴ്സ്മെൻറ്റ് ഓർ ഇൻ എനി അതർ കസ്റ്റമറി മാനർ. ക്ലിയർ? അതുപോലെ തന്നെ മറ്റുള്ള ഏതെങ്കിലും മാനേഴ്സ് അല്ലെങ്കിൽ ഒരു രാജ്യത്ത് പ്രാക്ടീസിങ്ങിലുള്ള ഒരു മാനർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു പ്രാക്ടീസ് ഉണ്ടെങ്കിൽ അതനുസരിച്ചും ചെയ്യാൻ പറ്റും. ക്ലിയർ? സോ ദി അസൈനി ക്യാൻ സ്യൂ ഓൺ on his own name subject to any defense which would have been available against the person who affected by the policy. ഇങ്ങനെ കിട്ടുന്ന അസൈൻ അല്ലേ ചെയ്ത് കിട്ടുന്ന അസൈനർ എന്ന് പറയുന്നത് ട്രാൻസ്ഫർ ചെയ്യുന്ന വ്യക്തിയാണ്. അസൈനി എന്ന് പറയുന്നത് ട്രാൻസ്ഫർ ചെയ്ത് ആർക്കാണോ ഇത് കിട്ടുന്നത് അവരാണ്, അല്ലേ? ഫോർ എക്സാമ്പിൾ ഇമ്പോർട്ടർ ആണെങ്കിൽ ഇമ്പോർട്ടറാണ്, അവർക്കാണ് ഇതിൻ്റെ ബെനിഫിറ്റ് കിട്ടുക. അപ്പോൾ ഇമ്പോർട്ടർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു? എക്സ്പോർട്ടർ എന്താണോ ഇൻഷുറൻസ് പോളിസി എടുക്കുന്ന സമയത്ത് അവരുടെ പൊസിഷൻ അതേ പൊസിഷൻ അയാൾക്ക് കിട്ടുന്നു, അല്ലേ? ഇപ്പോൾ ഇതിൻ്റെ ക്ലെയിമിന് വേണ്ടി അവർക്ക് വേണമെങ്കിൽ സ്യൂ ചെയ്യാനോ, അല്ലേ? ഒരു എക്സ്പോർട്ടർ അല്ലെങ്കിൽ അസൈനർ ഏത് റോളിലാണോ നിൽക്കുന്നത് അതേ റോളിൽ അവർക്ക് ലീഗൽ സ്റ്റാറ്റസ് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. സോ അസൈൻമെൻറ്റ് മേ ബി മെയ്ഡ് എയ്തർ ബിഫോർ ഓർ ആഫ്റ്റർ ദ ലോസ്. ക്ലിയർ? അപ്പോൾ ഒന്നുകിൽ ബിഫോർ ലോസ് ആയിട്ട് അസൈൻ ചെയ്യാം അല്ലെങ്കിൽ ആഫ്റ്റർ ലോസ് ആയിട്ട് അസൈൻ ചെയ്യാം. 2 തരത്തിലും ചെയ്യാൻ പറ്റും. ബട്ട് an assignment, an assured who has parted with or lost his interest in a subject matter of insurance cannot assign his policy. Clear? പക്ഷേ ഏതെങ്കിലും ഒരു അഷ്യൂർഡ് അല്ലെങ്കിൽ ഒരു ഇൻഷുർഡ്, ക്ലിയർ, അദ്ദേഹത്തിന് ആ ഇൻഷുറൻസ് ചെയ്തിരിക്കുന്ന സബ്ജക്റ്റ് മാറ്ററിന് മുകളിലുള്ള ഇൻഷൂറബിൾ ഇൻട്രസ്റ്റ് നഷ്ടപ്പെട്ട ശേഷം പിന്നീട് അസൈൻമെൻറ്റ് ചെയ്യുന്നത് എന്തില്ല, അർത്ഥമില്ല. അപ്പോൾ അത് നിയമപ്രകാരം വാലിഡ് ആയിട്ട് മാറില്ല. ക്ലിയർ? സോ ഹി കനോട്ട് അസൈൻ. ഓക്കെ, എപ്പോഴാണ് അസൈൻ ചെയ്യാൻ പറ്റുക? ഇൻഷൂറബിൾ ഇൻട്രസ്റ്റ് ഉണ്ടാവുന്ന സമയം വരെ അസൈൻ ചെയ്യാം. ക്ലിയർ? അപ്പോൾ ഒരു എക്സ്പോർട്ടർക്ക് അല്ലേ അസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. കാരണം എന്താ? എക്സ്പോർട്ടർക്ക് ഈ ഇൻഷുറൻസ് എടുത്തിരിക്കുന്ന ഗുഡ്സ് കാർഗോ ആയിട്ട് അയക്കുകയാണ് ഷിപ്പിൽ. അപ്പോൾ ആ കാർഗോൻ്റെ മുകളിൽ എന്തുണ്ട്? ഇൻഷുറബിൾ ഇൻട്രസ്റ്റ്. അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇമ്പോർട്ടർക്ക് ഒന്നും കിട്ടില്ല, അയാൾ പൈസയും തരില്ല. അപ്പോൾ നഷ്ടം വന്നു കഴിഞ്ഞാൽ എക്സ്പോർട്ടർക്ക് തന്നെയാണ് നഷ്ടം. അതുകൊണ്ട് ഫിനാൻഷ്യൽ ലോസ് വരുന്നു, ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഉണ്ട്. ക്ലിയർ? ഇത് ഇമ്പോർട്ടറിലേക്ക് പാസ് ഓൺ ചെയ്ത് കൊടുത്ത ശേഷം പിന്നീട് അസൈൻ ചെയ്യാൻ പറ്റില്ല. അതാണ് പറയുന്നത്. ഇനി പൈസ കൊടുത്തില്ല, ഇമ്പോർട്ടർ പൈസ കൊടുത്തിട്ടില്ല എന്ന് വിചാരിക്കുക, ഗുഡ്സ് മുഴുവൻ ഡെലിവറി ചെയ്ത ശേഷം മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, പൈസ കൊടുക്കുന്നുള്ളൂ എന്ന് വിചാരിക്കുക. അപ്പോൾ അതുവരെയും എക്സ്പോർട്ടറുടെ എന്ത് ചെയ്തിട്ടില്ല, ഫിനാൻഷ്യൽ ഇൻട്രസ്റ്റ് മാറിയിട്ടില്ല. ക്ലിയർ? അപ്പോൾ അസൈൻമെൻറ്റ് ബിഫോർ ലോസും സംഭവിക്കാം, ആഫ്റ്റർ ലോസും സംഭവിക്കാം. ക്ലിയർ? പക്ഷേ ഇൻഷൂറബിൾ ഇൻട്രസ്റ്റ് നഷ്ടപ്പെട്ട ശേഷം അസൈനർക്ക് അത് അസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അതിന് മുമ്പായിട്ട് തന്നെ അസൈൻ ചെയ്യണം. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ അസൈൻമെൻറ്റ് ഓഫ് എ പോളിസി മീൻസ് ട്രാൻസ്ഫർ ഓഫ് എ പോളിസി ഫ്രം എ പേഴ്സൺ ടു അനദർ പേഴ്സൺ, വൺ പേഴ്സൺ ടു അനദർ പേഴ്സൺ, ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു അതിൻ്റെ ഇൻട്രസ്റ്റ്. ക്ലിയർ? അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. സോ ദിസ് ഈസ് വാട്ട് അസൈൻമെൻറ്റ്. ദെൻ റീ ഇൻഷുറൻസ് ആൻഡ് ഡബിൾ ഇൻഷുറൻസ്. സോ ലെറ്റ് us see what is റീ ഇൻഷുറൻസ്, അല്ലേ? റീ ഇൻഷുറൻസിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൽ തന്നെ പഠിച്ചിട്ടുണ്ട്, അല്ലേ? എങ്കിലും നമുക്ക് നോക്കിപ്പോവാം. എന്താണ് റീ ഇൻഷുറൻസ് പറയുന്നത്? ഒരു ഇൻഷുറൻസ് കമ്പനി അവർക്ക് കിട്ടുന്ന ഒരു പോളിസിയിൽ നിന്ന് ഉണ്ടാവുന്ന റിസ്കിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി അതേ സെയിം സബ്ജക്റ്റ് മാറ്ററിനെ
സെയിം റിസ്കിന് വേണ്ടി മറ്റേതെങ്കിലും ഒരു ഇൻഷുറൻസ് കമ്പനിയുമായി ബന്ധപ്പെട്ടിട്ട് വീണ്ടും ഇൻഷുറൻസ് ചെയ്യുകയാണെങ്കിൽ ആ സമയത്ത് നമ്മൾ അതിനെന്ത് പറയുന്നു? റീ ഇൻഷുറൻസ് എന്ന് പറയും. ക്ലിയർ? സോ റീ ഇൻഷുറൻസ് ഈസ് എ സിസ്റ്റം ഓർ എ പ്രോസസ് ബൈ വിച്ച് one insurance company who have got an insurance policy from an insurer is making clear insurance of the same subject matter for the same risk with the another insurance company in order to reduce the loss. അപ്പോൾ ഒരു ഇൻഷുറൻസ് പോളിസിയുമായി ബന്ധപ്പെട്ട് വരുന്ന റിസ്കിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി അങ്ങനെ പോളിസിയുടെ ഫലമായിട്ട് പോളിസി കിട്ടിയിരിക്കുന്ന ഒരു ഇൻഷുറൻസ് കമ്പനി, ഇൻഷുറർ അല്ലേ, അവരുടെ ലയബിലിറ്റി അല്ലെങ്കിൽ അവരുടെ റിസ്ക് കുറയ്ക്കുന്നതിന് വേണ്ടി അതേ സബ്ജക്റ്റ് മാറ്ററിനെ അതേ റിസ്കിന് വേണ്ടി മറ്റൊരു ഇൻഷുറൻസ് കമ്പനിയുമായിട്ട് എന്ത് ചെയ്യുന്നു? ഒരു എഗ്രിമെൻ്റ് പ്രകാരം വേറൊരു പോളിസിയുടെ ഫലമായിട്ട് ഇൻഷുറൻസ് ചെയ്യും. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിനെ റീ ഇൻഷുറൻസ് എന്ന് പറയും. അല്ലേ? ആരാണോ അങ്ങനെ റീ ഇൻഷുറൻസ് ഏറ്റെടുക്കുന്നത് അവരെ നമ്മൾ റീ ഇൻഷുറർ എന്ന് പറയും. ക്ലിയർ? ഓക്കെ, അപ്പോൾ ഇതാണ് റീ ഇൻഷുറൻസ്. സോ എവറി ഇൻഷുറർ ഹാസ് എ ലിമിറ്റ് to the risk he can undertake. If profitable proposal comes in his way, he may insure it even if it is risk involved beyond the capacity. നല്ല പ്രോഫിറ്റബിൾ ആയിട്ടുള്ളൊരു അല്ലെങ്കിൽ കൂടുതൽ പ്രീമിയം കിട്ടുന്ന ഒരു പോളിസി അവരുടെ കമ്പനിക്ക് വരികയാണെങ്കിൽ അവർ എന്ത് ചെയ്യും? ആദ്യം ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അവരുടെ ലോസ് കുറയ്ക്കാൻ വേണ്ടി then in order to safeguard the own interest and reduce the extent of risk, then the insurance company or the insurer may insure the same risk either wholly or partially with the some other insurance company. Clear? അപ്പോൾ മറ്റുള്ള ഇൻഷുറൻസ് കമ്പനിയുമായിട്ട് ആ റിസ്കിനെ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? ഇൻഷുറൻസ് വീണ്ടും ചെയ്യുന്നു. ആൻഡ് ദിസ് ഈസ് കോൾഡ് റീഇൻഷുറൻസ്. ആൻഡ് റീഇൻഷുറൻസ് can be resorted to all kinds of insurance, and contracts of reinsurance is also a contract of indemnity. Contract of reinsurance എന്താണ്? കോൺട്രാക്ട് ഓഫ് ഇൻഡെമിനിറ്റി അപ്ലൈ ചെയ്യുന്നതാണ്. അല്ലേ? ഇൻഡെമിനിറ്റിയുടെ പ്രിൻസിപ്പിൾ എന്താ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ? അവിടെ നഷ്ടം ഉണ്ടെങ്കിൽ നഷ്ടം നികത്തി കൊടുക്കാൻ മാത്രമേ ബാധകമുള്ളൂ. ക്ലിയർ? അപ്പോൾ അവിടെ ഇൻഷുറൻസ് കമ്പനി റീഇൻഷുറൻസ് ചെയ്തു, നഷ്ടമൊന്നും സംഭവിച്ചില്ല. അപ്പോൾ ഈ ഇൻഷുറൻസ് കമ്പനി അടച്ചിരിക്കുന്ന പ്രീമിയം പോയി. അല്ലാതെ റീഇൻഷുറൻസ് ചെയ്തിരിക്കുന്ന ഇൻഷുറൻസ് കമ്പനി റീഇൻഷുറർ എന്ത് ചെയ്യില്ല? പൈസ ഒന്നും തരില്ല. ക്ലിയർ? നഷ്ടം ഉണ്ടെങ്കിൽ നികത്തി കൊടുക്കാം, അതിന് പ്രപ്പോർഷനേറ്റ് ആയിട്ട് നികത്തി കൊടുക്കുക. അത് മാത്രമാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ദ റീഇൻഷുറൻസ് are liable to pay the amount of the original insurer only if the latter has paid to the insured. Clear? അപ്പോൾ ഒറിജിനൽ ഇൻഷുറൻസ് കമ്പനിക്ക് അല്ലെങ്കിൽ ഇൻഷുർഡിനോ ഒറിജിനൽ ഇൻഷുർഡിനോ എന്തെങ്കിലും കോമ്പൻസേഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇൻഷുർഡിന് വേറെ എവിടെന്നെങ്കിലും പഴയ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നൊന്നും കിട്ടിയിട്ടില്ല എങ്കിൽ എന്ത് ചെയ്യാം? കോമ്പൻസേഷൻ കൊടുക്കാം. ക്ലിയർ? സോ ദ റീ ഇൻഷുറർ ആർ ലയബിൾ ടു പേ ദ എമൗണ്ട് ഓഫ് ദി ഒറിജിനൽ ഇൻഷുറർ. ക്ലിയർ? ആരാണ് ഒറിജിനൽ ഇൻഷുറർ? ഇൻഷുറൻസ് കമ്പനി അല്ലേ? ഏതാണ് ഇൻഷുറൻസ് കമ്പനി? ആദ്യം പോളിസി കിട്ടിയിരിക്കുന്ന ഇൻഷുറൻസ് കമ്പനി, അവരാണ് വേറൊരു ഇൻഷുറൻസ് കമ്പനി ഇൻഷുർ ചെയ്തിരിക്കുന്നത്. ക്ലിയർ? അപ്പോൾ ആർക്കാണ് ഈ റീ ഇൻഷുറർ കൊടുക്കുന്നത്? കോമ്പൻസേഷൻ കൊടുക്കുക? റീ ഇൻഷുറൻസ് അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനിക്കാണ് കൊടുക്കുക, ഇൻഷുററിനാണ് കൊടുക്കുക. ഓൺലി ഇഫ് ക്ലിയർ ദ കോമ്പൻസേഷൻ ഈസ് പെയ്ഡ് ടു ദി ഇൻഷുർഡ്. ഇൻഷുർഡിന് എത്ര രൂപ കോമ്പൻസേഷൻ കൊടുത്തോ അതിന് അനുപാതമായിട്ടായിരിക്കും അല്ലെങ്കിൽ അതിനനുസരിച്ചിട്ടായിരിക്കും റീ ഇൻഷുറൻസ് കമ്പനിയുടെ ഇൻഷുറർ കമ്പനിക്ക് കോമ്പൻസേഷൻ കൊടുക്കുക. സേ ഫോർ എക്സാമ്പിൾ എയും ബിയും രണ്ട് കമ്പനിയാണ്. ഒരു വ്യക്തി ക്ലിയർ ഫയർ ഇൻഷുറൻസ് ചെയ്തു. ക്ലിയർ? എ കമ്പനിയിലാണ് ചെയ്തത്, 5 ലക്ഷം രൂപയുടെ ഫയർ ഇൻഷുറൻസ് ആണ് ചെയ്തത്. ക്ലിയർ? ഇത് നഷ്ടം വരാൻ സാധ്യതയെന്ന് പറഞ്ഞിട്ട് എ കമ്പനി എന്ത് ചെയ്തു? ബി കമ്പനിയുമായിട്ട് ഒരു റീ ഇൻഷുറൻസിൽ ഏർപ്പെട്ടു. ക്ലിയർ? സെയിം 5 lakh rupees തന്നെയാണ് ഏർപ്പെട്ടത്. ഓക്കെ, ഇനി എന്ത് ചെയ്യുന്നു? നഷ്ടം സംഭവിച്ചു. ക്ലിയർ? നമുക്ക് 2 ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം എന്ത് ചെയ്യും? ഈ 2 ലക്ഷം രൂപയുടെ നഷ്ടം എ കമ്പനി അല്ലെങ്കിൽ ഇയാൾക്ക് കൊടുക്കുന്ന സമയത്ത് ഇൻഷുർഡ് ആയിട്ടുള്ള എഫിന് കൊടുക്കുന്ന സമയത്തെ അല്ലേ ആരുടെ ഇൻഡെമിനിറ്റി വരുന്നുള്ളൂ? ബിയുടെ ഇൻഡെമിനിറ്റി വരുന്നുള്ളൂ. ഇവരൊന്നും പേയ്മെൻ്റ് ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ ഇവിടെ റീ ഇൻഷുറൻസിൻ്റെ പ്രീമിയം പൈസ കൊടുക്കേണ്ട കാര്യമില്ല. ക്ലിയർ? ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ എന്തായി? പിന്നെ എ കമ്പനിക്ക് ബി കമ്പനിയിൽ നിന്ന് പൈസ കിട്ടാനുണ്ടാകും 2 ലക്ഷം രൂപ. കാരണം എന്താ? വിച്ച് വാസ് ബീൻ ഓൾറെഡി റീ ഇൻഷുർഡ് വിത്ത് ബി. ക്ലിയർ? അപ്പോൾ ഈ രീതിയിലാണ് റീ ഇൻഷുറൻസ് വർക്കൗട്ട് ചെയ്യുന്നത്. സോ റീ ഇൻഷുറൻസ് ഈസ് എ സബ്ജക്ട് ടു ഓൾ ദ കണ്ടീഷൻസ് ഓഫ് ദി ഒറിജിനൽ പോളിസി. ഒറിജിനൽ പോളിസിയുടെ കണ്ടീഷൻസ് തന്നെയാണ് റീ ഇൻഷുറൻസിന് വരിക. ദ റീ ഇൻഷുറൻസ് ഈസ് എൻടൈറ്റിൽഡ് ടു ദ ബെനിഫിറ്റ്സ് which the original insurer enjoys under the policy. ഒരു പോളിസി പ്രകാരം
എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണോ ഒരു റീഇൻഷൂറർക്ക് അല്ലെ ഇൻഷൂറർക്ക് കിട്ടുക, ആ ബെനിഫിറ്റ്സ് ആർക്കും കിട്ടും, റീഇൻഷൂറർക്കും കിട്ടും. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ കേസസിൽ എയും ബിയും രണ്ട് കമ്പനികളാണ്, എ കമ്പനി ബി കമ്പനി. എഫിന് അല്ലേ ഫയർ സംഭവിച്ചു, അവരുടെ സ്റ്റോക്ക് നഷ്ടപ്പെട്ടു. ക്ലിയർ? അപ്പോൾ സ്റ്റോക്ക് നഷ്ടപ്പെട്ട പ്രകാരം 2 ലക്ഷം രൂപ എന്ത് ചെയ്തു, 2 ലക്ഷം രൂപയാണ് ആകെ സ്റ്റോക്ക്, 2 ലക്ഷം രൂപയുടെ സ്റ്റോക്ക് നഷ്ടപ്പെട്ടു. അപ്പോൾ ഇൻഷുറൻസ് കമ്പനി എന്ത് ചെയ്തു, പേയ്മെൻറ്റ് കൊടുത്തു അല്ലേ. അതിൻ്റെ അർത്ഥം എന്താ, ഇവിടെ കുറേ ഡാമേജ് സ്റ്റോക്ക് ഉണ്ട് ഫയറിലെ പ്രകാരമായിട്ട്. ഈ ഡാമേജ് സ്റ്റോക്കിൻ്റെ എമൗണ്ട് അല്ലേ 2 ലക്ഷം രൂപ ഇവിടെ കൊടുക്കുന്നതോടുകൂടി ഈ സ്റ്റോക്ക് മുഴുവൻ ആയിട്ട് മാറും അല്ലേ, സബ്വർഗേഷൻ പ്രിൻസിപ്പിളൊക്കെ അനുസരിച്ചിട്ട് അല്ലേ എ കമ്പനിയുടേതായിട്ട് മാറും. ക്ലിയർ? അതുപോലെ തന്നെയാണ് എ കമ്പനിയും ബി കമ്പനിയും ഇൻഷുറൻസ് ചെയ്തിട്ടുണ്ട്, റീ ഇൻഷുറൻസ് ആണെന്ന് വിചാരിക്കുക. അതുകൊണ്ട് ബി കമ്പനി എ കമ്പനിക്ക് റീ ഇൻഷുറൻസിൻ്റെ പ്രീമിയമായിട്ട് 2 ലക്ഷം കൊടുത്തു കഴിഞ്ഞാൽ ഈ ഗുഡ്സ് ക്ലിയർ കേട് വന്നിരിക്കുന്ന അല്ലെങ്കിൽ ഡാമേജ്ഡ് ആയിട്ടുള്ള ഗുഡ്സ്, സ്ക്രാപ്പ് ആയിട്ടുള്ള ഗുഡ്സ് അത് വിൽക്കാനോ റിയലൈസ് ചെയ്യാനുള്ള റൈറ്റ് ആർക്ക് കിട്ടുന്നു, ബിക്കാണ് കിട്ടുക. ക്ലിയർ? കാരണം ഇൻഷുററുടെ എന്തൊക്കെ റൈറ്റ് ആണോ അത് മുഴുവൻ റീ ഇൻഷുറർക്കും കിട്ടും. ക്ലിയർ? അപ്പോൾ ഇവിടെ ഇൻഷുർഡിന് കോമ്പൻസേഷൻ കൊടുക്കുന്നതോടുകൂടി സബ്രഗേഷൻ പ്രിൻസിപ്പിൾ എക്ക് ആപ്ലിക്കബിൾ ആണ്. അതുപോലെ തന്നെ റീ ഇൻഷുറർക്ക് കോമ്പൻസേഷൻ കൊടുക്കുന്നതോടുകൂടി റീ ഇൻഷുറർക്ക് എന്ത് കിട്ടുന്നു, സബ്രഗേഷൻ പ്രിൻസിപ്പിൾ ആപ്ലിക്കബിൾ ആയിട്ട് മാറും. ക്ലിയർ? സോ വെൻ the insured insures the same risk with more than 2 or more independent insurers, then in that case, clear, for the same subject matter, for the same risk അല്ലേ, അതിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത് പറയുന്നത്, ഡബിൾ ഇൻഷുറൻസ്. ക്ലിയർ? സോ ടോട്ടൽ സം ഇൻഷുർഡ് exceeds the value of the subject matter, then the insurance is said to be over insured by double insurance. ക്ലിയർ? ഇനി ഇങ്ങനെ ഇൻഷുറൻസ് ചെയ്യുന്ന സമയം എന്താ ഇപ്പോൾ ഡബിൾ ഇൻഷുറൻസ്, റീ ഇൻഷുറൻസ് അല്ല, ഡബിൾ ഇൻഷുറൻസ്. ഇവിടെ ഇൻഷുർഡ് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ എ അല്ലെങ്കിൽ എഫ് എന്ന് പറഞ്ഞൊരു പാർട്ടി, എ എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ട്, ബി എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ട്, 2 ഇൻഷുറൻസ് കമ്പനി ഉണ്ട്, സി എന്ന് പറഞ്ഞ വേറൊരു കമ്പനി ഉണ്ട്. ക്ലിയർ? അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു, എഫ് ഫയർ ഇൻഷുറൻസ് ചെയ്തു, എ കമ്പനിയിലേക്കാണ് ഇൻഷുറൻസ് പോളിസി കൊടുത്തത്. ക്ലിയർ? ഗുഡ്സിന് വേണ്ടിയിട്ടുള്ള ഫയർ ഇൻഷുറൻസ് ആണ്. ഓക്കെ, പോളിസി എടുത്ത് കുറച്ച് കഴിഞ്ഞ ഉടനെ ബി കമ്പനിക്കും ഫയർ ഇൻഷുറൻസ് ചെയ്തു, സെയിം ഗുഡ്സ്, സെയിം റിസ്ക്, സെയിം ഫയർ ഇൻഷുറൻസ് പോളിസി. കുറച്ച് കഴിഞ്ഞപ്പോൾ സി എന്ന് പറയുന്ന കമ്പനിക്കും ഫയർ ഇൻഷുറൻസ് കൊടുത്തു. ക്ലിയർ? അവിടെ എന്താണ്, സെയിം പോളിസി, സെയിം റിസ്ക്, സെയിം സബ്ജക്ട് മാറ്റർ. ക്ലിയർ? ഇപ്പം എന്താണ് ഇതിന് പറയുക, ഡബിൾ ഇൻഷുറൻസ് ആണ് അല്ലെങ്കിൽ ട്രിപ്പിൾ ഇൻഷുറൻസ് എന്ന് പറയാം. എന്താ കാരണം, ഇൻഷുറൻസ് ട്രിപ്പിൾ ആണ് അല്ലെങ്കിൽ ഡബിൾ ആണെന്ന് പറയാൻ കാരണം എ എന്ന് പറയുന്ന കമ്പനിയിൽ ഇൻഷുർ ചെയ്തതും ബി എന്ന് പറയുന്ന കമ്പനിയിൽ ഇൻഷുർ ചെയ്തത് എന്താണ്, ഒരേ സബ്ജക്ട് മാറ്ററാണ്, ഒരേ റിസ്കിന് വേണ്ടിയിട്ടാണ്. ക്ലിയർ? ഇവിടെയും ഇൻഷുർ ചെയ്തു, ഇവിടെയും ഇൻഷുർ ചെയ്തു. ക്ലിയർ? അപ്പോൾ ഇങ്ങനെയുള്ള ഇൻഷുറൻസ് എന്താ, ഡബിൾ ഇൻഷുറൻസ് ആണ്. ഒരേ സബ്ജക്ട് മാറ്ററിന് ഒരേ റിസ്കിന് വേണ്ടി ഒന്നിലധികം ഇൻഷുറൻസ് കമ്പനികളിൽ ഇൻഷുർ ചെയ്യുമ്പോൾ അതിനെന്ത് പറയും, ഡബിൾ ഇൻഷുറൻസ്. ഈ ഡബിൾ ഇൻഷുറൻസ് ചെയ്യുന്ന ആരാണ്, ഇൻഷുർഡ് ആയിട്ടുള്ള വ്യക്തികളാണ് ചെയ്യുക, കമ്പനികളോ വ്യക്തികളോ ആണ് ചെയ്യുക, അല്ലാതെ ഇൻഷുറൻസ് കമ്പനി അല്ല, ഇൻഷുറർ അല്ല. ക്ലിയർ? പകരം ഇൻഷുർഡ് ആണ് ചെയ്യുന്നത്. അതാണ് ഇതിൻ്റെ വ്യത്യാസം. ക്ലിയർ? ഇനി ഓവർ ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ എന്താ, ഫോർ എക്സാമ്പിൾ അല്ലേ, നമ്മൾ സാധാരണ ഇൻഷുറൻസിൻ്റെ സബ്ജക്ട് മാറ്ററിൻ്റെ വാല്യൂ ആകെ 5 ലക്ഷം രൂപയുടെ സ്റ്റോക്ക് ഉണ്ടെന്ന് വിചാരിക്കുക. ക്ലിയർ? എ ഉണ്ട്, ബി ഉണ്ട്, 2 കമ്പനിക്ക്. അപ്പോൾ എ കമ്പനിയിൽ 3 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് ചെയ്തു, ബി കമ്പനിയിൽ 3 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് ചെയ്തു. ആകെ എത്ര ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് ചെയ്തു, 6 ലക്ഷം രൂപയ്ക്ക് ഇൻഷുറൻസ് ചെയ്തു. പക്ഷേ സ്റ്റോക്ക് എത്ര രൂപയ്ക്കേ ഉള്ളൂ, 5 ലക്ഷം രൂപയ്ക്കേ ഉള്ളൂ. അപ്പോൾ 1 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് എന്താ, എക്സ്ട്രാ ആണ്, ഓവറാണ്. ഇതിനാണ് നമ്മൾ എന്ത് പറയുക, ഓവർ ഇൻഷുറൻസ്. ക്ലിയർ? അപ്പോൾ സബ്ജക്ട് മാറ്ററിൻ്റെ ആക്ച്വൽ വാല്യൂ എന്താണോ അതിനേക്കാളും കൂടുതലായിട്ടുള്ളൊരു വാല്യൂവിൽ 2 കമ്പനിയിലേക്ക് ഇൻഷുറൻസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് പറയും, ഓവർ ഇൻഷുറൻസ് എന്ന് പറയും. ക്ലിയർ? അപ്പോൾ ഈ രീതിയിൽ പറയുന്നതാണ് ഓവർ ഇൻഷുറൻസ്. ക്ലിയർ? ബൈ ഡബിൾ ഇൻഷുറൻസ്. ബോത്ത് ഡബിൾ ഇൻഷുറൻസ് ആൻഡ് ഓവർ ഇൻഷുറൻസ് ആർ പെർഫെക്റ്റ്ലി ലോഫുൾ അല്ലേ. ഡബിൾ ഇൻഷുറൻസോ ഓവർ ഇൻഷുറൻസോ ചെയ്യാൻ പാടില്ല എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല, വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ നമുക്ക് പൈസ എവിടെ നിന്നേ കിട്ടുള്ളൂ, ഇൻഡംനിറ്റിയേ കിട്ടുള്ളൂ. ഇൻഡംനിറ്റി പ്രിൻസിപ്പിൾസ് അപ്ലൈ ചെയ്തിട്ടേ പൈസ കിട്ടുള്ളൂ എന്ന് മാത്രം. ചിലപ്പോൾ അത് അറിയാതെ ആൾക്കാർ എന്ത് ചെയ്യും, ഇൻഷുർഡ് എന്ത് ചെയ്യും, 1, 2, 3 ഇൻഷുറൻസ് കമ്പനിയിലൊക്കെ ചെയ്യും അല്ലേ, അവിടെ നിൽക്കുക പ്രീമിയം കിട്ടുമല്ലോ. പക്ഷെ കിട്ടുമോ, ഇല്ല. ജനറൽ ഇൻഷുറൻസ് കമ്പനി ആണെങ്കിൽ, ജനറൽ ഇൻഷുറൻസ് പോളിസികളാണെങ്കിൽ, ലൈഫ് ഇൻഷുറൻസോ പേഴ്സണൽ ആക്സിഡൻറ്റ് ഇൻഷുറൻസ് അല്ലാത്ത കമ്പനികളാണെങ്കിൽ അല്ലേ കിട്ടില്ല. ക്ലിയർ? അങ്ങനെയുള്ള പോളിസികളല്ലെങ്കിൽ കിട്ടില്ല. ക്ലിയർ? പക്ഷേ ലൈഫ് ഇൻഷുറൻസിൻ്റെ കേസിലോ പേഴ്സണൽ ആക്സിഡൻ്റൽ ഇൻഷുറൻസിൻ്റെ കേസിലോ എന്ത് ബാധകമല്ല, ഈ ഇൻഡംനിറ്റി പ്രിൻസിപ്പിൾ ബാധകമല്ല. അതുകൊണ്ട് എത്ര പോളിസി എടുത്താലും, ഞാൻ ഫോർ എക്സാമ്പിൾ SBI ലൈഫിൽ നിന്നും പോളിസി എടുത്തു, ICICI പ്രൊഡൻഷ്യൽ നിന്നും പോളിസി എടുത്തു, ക്ലിയർ? HDFC ലൈഫിൽ നിന്നും പോളിസി എടുത്തു, ഓക്കെ, LICയിൽ നിന്നും പോളിസി എടുത്തു. അപ്പോൾ എനിക്ക് എല്ലാവരും പൈസ കിട്ടും. എത്ര പോളിസി എടുത്തിട്ടുണ്ട് അതിൻ്റെ പൈസയൊക്കെ കിട്ടും.
ഇവിടെ ഡബിൾ ഇൻഷുറൻസോ ട്രിപ്പിൾ ഇൻഷുറൻസോ മൾട്ടിപ്പിൾ ഇൻഷുറൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പൈസ കിട്ടും. അതുപോലെ പേഴ്സണൽ ആക്സിഡൻ്റൽ ഇൻഷുറൻസ്, ആക്സിഡൻ്റൽ ബെനിഫിറ്റിന് വേണ്ടി എന്ത് ചെയ്തു, പേഴ്സണൽ ആക്സിഡൻ്റൽ ഇൻഷുറൻസ് പോളിസി എടുത്തു. ക്ലിയർ? ഓറിയൻ്റൽ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് എടുത്തു, ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് എടുത്തു. ഓക്കെ. അതുപോലെ തന്നെ യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് എടുത്തു. ഓക്കെ. ഇങ്ങനെ ഏതൊക്കെ കമ്പനിയിൽ നിന്ന് എടുത്താലും ക്ലിയർ. ഇവിടെ നമ്മൾ 1 lakh എടുത്താണ്, ഇവിടെ 2 lakh എടുത്തു, ഇവിടെ 1 lakh എടുത്തു. അപ്പോൾ നമുക്ക് ആകെ 4 ലക്ഷം രൂപ കിട്ടി. എന്താ കാരണം? പേഴ്സണൽ ആക്സിഡൻറ്റ് പ്രകാരം നമുക്ക് ഫുള്ളായിട്ട് ഡിസബിലിറ്റി വന്നു അല്ലെങ്കിൽ മരിച്ചു പോവുക ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സർവൈവേഴ്സിന് എന്ത് ചെയ്യും, ഈ OIC ഓറിയൻ്റൽ ഇൻഷുറൻസ് കമ്പനി 1 ലക്ഷം രൂപ കൊടുക്കും, യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി 2 ലക്ഷം രൂപ കൊടുക്കും, ഇവിടെ ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി 1 ലക്ഷം രൂപ കൊടുക്കും. കാരണം എന്താ? പേഴ്സണൽ ആക്സിഡൻ്റൽ ഇൻഷുറൻസിൽ എന്തില്ല, ഇൻഡെംനിറ്റി പ്രിൻസിപ്പിൾ വർക്കൗട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ഒരാളുടെ ലൈഫിൻ്റെ വാല്യൂ അല്ലേ നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റില്ല, അതിന് ഇൻഡെംനിറ്റിയുടെ വാല്യൂ കണക്കാക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവിടെ മുഴുവനായിട്ടും കിട്ടുന്നു. ക്ലിയർ? ബാക്കിയുള്ള എല്ലാ പോളിസികൾക്കും ഇത് ഇൻഡെംനിറ്റി ബാധകമായതുകൊണ്ട് ഡബിൾ ഇൻഷുറൻസ് ചെയ്തിട്ട് കാര്യമില്ല, ഓവർ ഇൻഷുറൻസ് ചെയ്തിട്ടും കാര്യമില്ല. പക്ഷേ ലോഫുൾ ആണ്, ചെയ്യാം, വേണമെങ്കിൽ ചെയ്യാം. So a man may insure with his many insurance company as he pleases and up to the full value of the interest with each one of them. Clear? If the loss occurs, he may claim payment from the insurers in such order as he may think fit. Clear? അപ്പോൾ എത്ര ഇൻഷുറൻസ് കമ്പനി ഇൻഷുർ ചെയ്യുന്നുണ്ടോ അതിൽ ഏത് കമ്പനി എന്നൊക്കെയാണോ ഈടാക്കണം അവർക്ക് തോന്നുന്നത് അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ക്ലെയിം ഫോം കൊടുക്കാം. പക്ഷേ എങ്ങനെയൊക്കെ കൊടുത്താലും ഈ ഡബിൾ ഇൻഷുറൻസിൻ്റെ കേസ് അറിയുന്ന കേസസിൽ എന്ത് ചെയ്യുന്നു, ക്ലിയർ, ഇൻഡെംനിറ്റി മാത്രമേ നമുക്ക് പരിഹാരമായിട്ട് കിട്ടുള്ളൂ. സോ ബട്ട് in no cases it shall not be entitled to recover more than what is clear lost. അപ്പോൾ എത്ര ലോസ് വന്നിട്ടുണ്ടോ അത് മാത്രമേ കോമ്പൻസേഷൻ ചെയ്ത് കിട്ടുള്ളൂ. ഓക്കെ, ദിസ് ഈസ് കോൾഡ് ഡബിൾ ഇൻഷുറൻസ്. ഇപ്പോൾ റീ ഇൻഷുറൻസ്, ഡബിൾ ഇൻഷുറൻസ് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? സോ നെക്സ്റ്റ് വി കൻ സീ അബൌട്ട് ദ കൈൻഡ്സ് ഓഫ് ഇൻഷുറൻസ്. എന്തൊക്കെ തരത്തിലുള്ള ഇൻഷുറൻസ് ആണ് ഉള്ളത്? ഓക്കെ, സോ പ്രധാനമായിട്ടും നമ്മൾ ലൈഫ് ഇൻഷുറൻസിനെ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അല്ലേ, ബ്രോഡായിട്ട് നമ്മൾ പറഞ്ഞപ്പോൾ നേരത്തെ പറഞ്ഞു ഇൻഷുറൻസ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു 2 അല്ലേ. ഒന്ന് ലൈഫ് ഇൻഷുറൻസ്, വേറൊന്ന് ജനറൽ ഇൻഷുറൻസ്. ക്ലിയർ? ഈ ജനറൽ ഇൻഷുറൻസ് വന്ന് നോൺ ലൈഫ് ഇൻഷുറൻസ് ആണ്. ക്ലിയർ? അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ലൈഫ് ഇൻഷുറൻസ് അല്ലാത്ത ബാക്കി എല്ലാ ഇൻഷുറൻസിനെയും ജനറൽ ഇൻഷുറൻസ് എന്നുള്ള ഒരു ബ്രോഡ് കാറ്റഗറിയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നു. ക്ലിയർ? പക്ഷേ എങ്കിലും ഈ ബ്രോഡ് കാറ്റഗറിയിൽ ജനറൽ ഇൻഷുറൻസിൽ എന്ത് വരുന്നു? ബാക്കിയുള്ള എല്ലാം വരും, അതർ ദാൻ ലൈഫ് ഒഴിച്ചിട്ടുള്ള ബാക്കി എല്ലാം ജനറൽ ഇൻഷുറൻസിൽ വരും. പക്ഷേ നമുക്ക് വ്യക്തമായിട്ട് നോക്കുന്നതിന് വേണ്ടി വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇതിനെ കുറച്ചുകൂടെ സ്പ്ലിറ്റ് ചെയ്ത് നോക്കാം. കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഇൻഷുറൻസ് എന്നുള്ളത് ക്ലിയർ. ഒന്ന് ലൈഫ് ഇൻഷുറൻസ് എന്തായാലും ഉണ്ടാവും, പിന്നെ ഒന്ന് മറൈൻ ഇൻഷുറൻസ് കോമൺ ആയിട്ട് കാണപ്പെടുന്നതാണ്, പിന്നെ ഫയർ ഇൻഷുറൻസ് കോമൺ ആയിട്ട് കാണപ്പെടുന്നതാണ്, അതുപോലെ മെഡിക്കൽ ഇൻഷുറൻസ് അത് വ്യാപകമായിട്ട് കാണപ്പെടുന്ന ഒരു ഇൻഷുറൻസ് ആണ്. പിന്നെ ബാക്കിയുള്ള എല്ലാത്തിനും കൂടി ചേർത്ത് നമുക്ക് എന്ത് പറയാം, ജനറൽ ഇൻഷുറൻസ് എന്ന് പറയാം. ക്ലിയർ? അപ്പോൾ ജനറൽ ഇൻഷുറൻസ് ബാക്കി അതർ ദാൻ വാട്ട് ഇസ് സ്റ്റേറ്റഡ് എബവ്. ക്ലിയർ? ഇനി രണ്ടെണ്ണം മാത്രമായിട്ട് ക്ലാസിഫൈ ചെയ്യുമ്പോഴോ ലൈഫ് ഇൻഷുറൻസ് അല്ലാത്തതെല്ലാം ജനറൽ ഇൻഷുറൻസ് ആണ്. ഓക്കെ, ശരി. ഇനി ലൈഫ് ഇൻഷുറൻസിനെ കുറിച്ച് നോക്കാം. സോ വാട്ട് ഇസ് ലൈഫ് ഇൻഷുറൻസ് അല്ലേ? ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു ഫാമിലി മെമ്പേഴ്സിനെ അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ടോ അല്ലെങ്കിൽ ഇൻഡിവിജ്വലായിട്ടോ ലൈഫിനെ ഒരു സബ്ജക്റ്റ് മാറ്റർ ആക്കിക്കൊണ്ട് ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇൻഷുറൻസിന് വേണ്ടി പോളിസി എടുക്കുമ്പോൾ അതിനെ ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നു അല്ലേ. അങ്ങനെ പ്രൊവൈഡ് ചെയ്യപ്പെടുന്ന പോളിസികളെ ലൈഫ് ഇൻഷുറൻസ് പോളിസികൾ എന്ന് പറയുന്നു. ക്ലിയർ? അങ്ങനെ ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനികളെ ലൈഫ് ഇൻഷുറർ എന്ന് പറയുന്നു. ഓക്കെ, അങ്ങനെ എടുക്കുന്ന പോളിസി എടുത്തിരിക്കുന്ന ആൾക്കാരെ ലൈഫ് ഇൻഷുറൻസ് പോളിസി ഹോൾഡേഴ്സ് എന്ന് പറയുന്നു. Okay, so life insurance is essential for the major for any major money earner in a family, regardless of one works. Clear? എന്ത് തരത്തിലുള്ള വർക്കിൽ ഏർപ്പെട്ടാലും ക്ലിയർ, മെജോറിറ്റി എത്തിയിട്ടുള്ള 18 years above ആയിട്ടുള്ള ക്ലിയർ ഏതൊരാൾക്കും എന്ത് ചെയ്യാൻ പറ്റും, ദേ ക്യാൻ ടേക്ക് പോളിസി. ഇനി മാത്രമല്ല 18 years ബിലോ ആയിട്ടുള്ള ആളുകളേക്കും പോളിസി എടുക്കാം. പക്ഷെ ആരെടുക്കണം? പാരൻസ് എടുക്കണം അല്ലേ. ചിൽഡ്രൻസിന് വേണ്ടി ചിൽഡ്രൻസ് പോളിസി എടുക്കുന്നു. ആർക്കെടുക്കാം? പാരൻസിന് എടുക്കാം. ക്ലിയർ? മൈനേഴ്സിന് വേണ്ടി പോളിസി എടുക്കാം, ബട്ട് ഇറ്റ് ഷുഡ് ബി ടേക്കൺ ബൈ ദി പാരൻസ്. അത്ര മാത്രമേ വ്യത്യാസമുള്ളൂ. ഓക്കെ, സോ ഇറ്റ് ഹെൽപ്സ് ടു പ്രൊട്ടക്ട് ദ ലൈഫ് ആൻഡ് ഹോം to the insured family in the event of his untimely death or in the event of or in the on the occurrence of the
അഷ്വേർഡ് ടേം, ഓക്കെ, ഒരു പ്രത്യേക ടേം വരുമ്പോഴോ അതല്ലെങ്കിൽ ഒരു നിശ്ചിത മെച്യൂരിറ്റി അല്ലെങ്കിൽ നിശ്ചിത ഡെത്ത്, നിശ്ചിത ഈവൻ്റ് ആയിട്ടുള്ള ഡെത്ത് സംഭവിക്കുമ്പോഴോ അതിൻ്റെ പൈസ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പോളിസിയാണ്. ക്ലിയർ? അപ്പോൾ ഈ പോളിസിയുടെ ഒരു പ്രത്യേകത അടയ്ക്കുന്ന പൈസ തിരിച്ച് കിട്ടുന്നു എന്നുള്ളതാണ്. ക്ലിയർ? അതിനൊരു സം അഷ്വേർഡ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ സം അഷ്വേർഡിനെ ബേസ് ചെയ്തിട്ടാണ് പ്രീമിയം ഒക്കെ നിശ്ചയിക്കപ്പെടുക. അങ്ങനെ പ്രീമിയം അടച്ച് നമ്മൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ മെച്യൂരിറ്റി പീരീഡ്, ഒരു നിശ്ചിത പീരീഡിലേക്കായിരിക്കും പ്രീമിയം അടയ്ക്കുന്നത്. പീരീഡ് കഴിയുമ്പോൾ പോളിസിൻ്റെ പൈസ കിട്ടും. അതല്ലെങ്കിൽ ഡെത്ത് സംഭവിക്കുമ്പോൾ പോളിസിയുടെ പൈസ കിട്ടും. ഇതിൽ ഏതാണോ ആദ്യം സംഭവിക്കുന്നത് അപ്പോൾ പൈസ കിട്ടും. ക്ലിയർ? അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ക്ലിയർ? പക്ഷേ ദർ ആർ സർട്ടൻ പോളിസീസ് വെയർ ഇതിൻ്റെ കണ്ടീഷൻസ് ഇല്ലാത്ത ചില കാര്യങ്ങളുണ്ട് അല്ലേ. അതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അല്ലേ. ഫോർ എക്സാമ്പിൾ ഹോൾ ലൈഫ് പോളിസി എന്ന് പറയുന്നത്. ക്ലിയർ? അവിടെ ഡെത്ത് സംഭവിക്കുമ്പോൾ മാത്രമേ വരുള്ളൂ. ക്ലിയർ? ഹോൾ ലൈഫ് പോളിസി. അതല്ലെങ്കിൽ വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ടേം ഇൻഷുറൻസ്. ക്ലിയർ? അപ്പോൾ ഇങ്ങനെയുള്ള കേസസിലെല്ലാം ഡെത്ത് സംഭവിക്കുമ്പോഴാണ് കൊടുക്കുക. മെച്യൂരിറ്റി എന്ന് പറയുന്നത് ഒരു നിശ്ചിത മെച്യൂരിറ്റി പീരീഡ് അവിടെ കാണിച്ചിട്ടുണ്ടാവില്ല. ക്ലിയർ? ദെൻ ടേം ലൈഫ് ഇൻഷുറൻസ് ഈസ് ദി ലീസ്റ്റ് എക്സ്പെൻസീവ്. ടേം ലൈഫ് ഇൻഷുറൻസ് ലീസ്റ്റ് എക്സ്പെൻസീവ് ആണ് ലൈഫ് ഇൻഷുറൻസ് പോളിസി. കാരണം എന്താ, ടേം ഇൻഷുറൻസിൽ എന്തില്ല, നമ്മൾ ഒരു മെച്യൂരിറ്റി പീരീഡ് നമ്മൾ കൊടുക്കാറില്ല. പകരം എന്ത് ചെയ്യുന്നു, ഡെത്ത് സംഭവിക്കുകയാണ് ഇൻഷുർ ചെയ്തിരിക്കുന്ന വ്യക്തിയുടെ അല്ലേ, അയാൾക്ക് ഡെത്ത് സംഭവിക്കുമ്പോൾ ഫാമിലി മെമ്പേഴ്സിന് പൈസ കൊടുക്കും. ക്ലിയർ? ആ രീതിയിൽ വരുന്നൊരു പോളിസിയാണ് എന്ത്, ടേം ഇൻഷുറൻസ് പോളിസി. അതുകൊണ്ട് മെച്യൂരിറ്റി പീരീഡിൽ ബെനിഫിറ്റ്സ് ഒന്നും കൊടുക്കേണ്ടാത്തതുകൊണ്ട് ക്ലിയർ ഇതെന്ത് ചെയ്യുന്നു, ഇതിൻ്റെ പ്രീമിയം വളരെ കുറവായിരിക്കും. ഓക്കെ, 1 കോടി രൂപയൊക്കെ നമുക്ക് കോമ്പൻസേഷൻ കിട്ടാൻ മന്ത്ലി 500 രൂപയോ 600 രൂപയോ അതിൻ്റെ അടുത്ത് പ്രീമിയം അടച്ചാൽ മതിയാവും. ക്ലിയർ? നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എന്ത് കിട്ടും, മരണം സംഭവിക്കുമ്പോൾ 1 crore രൂപീസിനടുത്തുള്ള ഒരു കോമ്പൻസേഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ ടേം ഇൻഷുറൻസിൻ്റെ കേസിൽ പ്രീമിയം വളരെ കുറവായിരിക്കും അല്ലേ. അത് ഏർലി പീരീഡിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അല്ലേ, ചെറിയൊരു ഏജിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്താൽ മതി, പ്രീമിയം കുറച്ച് അടച്ചാൽ മതിയാകും. സോ 500 രൂപീസിനടുത്തൊക്കെ ഒരു 25 ഇയേഴ്സിൻ്റെ അടുത്ത് നമ്മൾ ടേം ഇൻഷുറൻസ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുക അല്ലേ. നമ്മുടെ ഇപ്പോഴത്തെ ലൈഫ് എക്സ്പെക്റ്റൻസി അനുസരിച്ച് ഒരു 80 ഇയേഴ്സ് വരെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ജീവിത കാലഘട്ടം ഉണ്ടാവും അല്ലേ ഒരു വ്യക്തിയുടെ. അങ്ങനെയാണെങ്കിൽ നോക്കൂ, ഇതിൻ്റെ ഡിഫറൻസ് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് വലിയൊരു പീരീഡ് ഉണ്ട് അല്ലേ. ഇപ്പോൾ 20 ഇയേഴ്സ് നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് വിചാരിക്കുക. വി ആർ സ്റ്റാർട്ടിങ് വിത്ത് 20 ഇയേഴ്സ്. ഒരു ടേം ഇൻഷുറൻസ് പോളിസി എടുത്തു, 80 ഇയേഴ്സ് വരെ നമുക്ക് ലൈഫ് എക്സ്പെക്റ്റൻസി ഉണ്ടാവും നമ്മൾ പ്രതീക്ഷിക്കുന്നു. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ ഒരു 60 ഇയേഴ്സ് വരെ നമ്മൾ എന്ത് ചെയ്യും, പ്രീമിയം അടയ്ക്കും. ക്ലിയർ? അപ്പോൾ അതുകൊണ്ട് അത്രയും പ്രീമിയം പീരീഡിലേക്ക് പ്രീമിയം കിട്ടുന്നു. ഇതിൻ്റെ ബെനിഫിറ്റ്സ് നമ്മൾ തിരിച്ചൊന്നും കൊടുക്കേണ്ട. ഡെത്ത് സംഭവിക്കുമ്പോൾ മാത്രം ഫാമിലി മെമ്പേഴ്സ് അല്ലേ, സർവൈവിങ് ആയിട്ടുള്ള ഫാമിലി മെമ്പേഴ്സ്, അപ്പോൾ ചിൽഡ്രൻസ് ആയിരിക്കും അവരുടെ, അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് കൊടുക്കുന്നു. അല്ല, ഇപ്പോൾ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു, മരണം സംഭവിച്ചു, അങ്ങനെ വരുമ്പോഴോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാരണം കൊണ്ട് മരണം സംഭവിച്ചു, അങ്ങനെ വരുമ്പോഴോ ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ കോമ്പൻസേഷൻ കൊടുക്കുക. അങ്ങനെ വരുന്നു. അതുകൊണ്ട് വളരെ കുറഞ്ഞ രീതിയിലുള്ള പ്രീമിയം ആയിരിക്കും വരിക. അപ്പോൾ 20 ഇയേഴ്സിലൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക് 400 രൂപീസ് ടു 500 രൂപീസിനുള്ളിൽ പ്രീമിയം അടച്ചാൽ മതിയാവും മന്ത്ലി. ക്ലിയർ? അല്ലെങ്കിൽ ആ രീതിയിൽ നമ്മൾ പ്രീമിയം അടയ്ക്കുകയാണെങ്കിൽ 1 crore രൂപീസ് വരെ നമുക്ക് കിട്ടാൻ പറ്റും. ക്ലിയർ? ഇതിൻ്റെ എമൗണ്ട് കുറയും തോറും പ്രീമിയത്തിൻ്റെ എമൗണ്ട് കുറയും. ഓക്കെ, ഇപ്പോൾ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ടേം ഇൻഷുറൻസ് വളരെ ഇൻഎക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ലീസ്റ്റ് എക്സ്പെൻസീവ് ആണ്. ക്ലിയർ? അതുപോലെ തന്നെ എൻഡോമെൻറ്റ് പോളിസി കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആണ്. കാരണം എന്താ, എൻഡോമെൻറ്റ് പോളിസിയിൽ ഒരു നിശ്ചിത പീരീഡ് 20 ഇയേഴ്സോ 25 ഇയേഴ്സോ 30 ഇയേഴ്സോ അതിൻ്റെ പീരീഡ് കഴിഞ്ഞ് എന്ത് ചെയ്യണം, ഈ സം അഷ്വേർഡ് മുഴുവനായിട്ട് കൊടുക്കണം. ക്ലിയർ? അപ്പോൾ മരണം സംഭവിക്കണമെന്നില്ല, നമ്മളെ ഇൻഷുർ ചെയ്തിരിക്കുന്ന വ്യക്തി സർവൈവ് ചെയ്യുകയാണെങ്കിൽ ക്ലിയർ, ആ സർവൈവിങ്ങിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നവർക്ക് സം അഷ്വേർഡ് മുഴുവനായിട്ടും കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെ വരുന്നതുകൊണ്ട് നോർമലി ക്ലിയർ എൻഡോമെൻറ്റ് പോളിസിയുടെ പ്രീമിയം കമ്പാരിറ്റീവ്ലി കൂടുതലായിരിക്കും. ക്ലിയർ? അതുപോലെ തന്നെ ഏജസ് കൂടുന്നതിനനുസരിച്ച് കൂടുതലായിരിക്കും. ഓക്കെ, കാരണം നമുക്കറിയാൻ പറ്റും ഏർലി ഏജസ് ഒക്കെയാണെന്ന് വിചാരിക്കുക അല്ലേ, യൂത്ത് പീരീഡ് 20 ഇയേഴ്സ് 25 ഇയേഴ്സ് അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് പോളിസി എടുക്കുകയാണെങ്കിൽ പ്രീമിയം വളരെ കുറവായിരിക്കും. ഓക്കെ, പക്ഷേ കുറച്ചുകൂടെ ഇപ്പോൾ ഒരു 50 ഇയേഴ്സ് അല്ലെങ്കിൽ 40 ഇയേഴ്സ് 50 ഇയേഴ്സ് ആ റേഞ്ചിലൊക്കെ നമ്മൾ പോളിസി പുതുതായിട്ട് എടുക്കാൻ പോകുമ്പോൾ പ്രീമിയം കൂടും. കാരണം എന്താ, അവിടെ ഡെത്തിനുള്ള സാധ്യത അല്ലേ അത് കൂടുന്നത് കൊണ്ട് അതിനനുസരിച്ച് ഏജ് കൂടുന്നതിനനുസരിച്ച് പ്രീമിയം കൂടാനാണ് സാധ്യത. ഓക്കെ, ദെൻ ഹോൾ ലൈഫ് ഈസ് മോർ എക്സ്പെൻസീവ്. ഹോൾ ലൈഫ് പോളിസി എന്താണ്, കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആണ്. ടേം ഇൻഷുറൻസിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആണ്. ബട്ട് it remains in effect
ഫോർ ദി ഹോൾ ലൈഫ് ഓഫ് ദി അഷ്യൂർഡിൻ്റെ മുഴുവൻ ലൈഫ് കവർ ചെയ്യുന്ന തരത്തിലായിരിക്കും അത് വരിക. ക്ലിയർ? ആസ് ലോങ് ആസ് ദ പ്രീമിയം ആർ പെയ്ഡ് ഓൺ ടൈം. ക്ലിയർ? പ്രീമിയം കൊടുക്കുന്നത് ഏത് സമയം വരെ ഉണ്ടോ അതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു, മുഴുവൻ ലൈഫും കവർ ചെയ്യുന്നു. ലൈഫ് പീരീഡ് എൻറ്റയർ ആയിട്ട് കവർ ചെയ്യുന്ന തരത്തിലുള്ളൊരു പോളിസിയാണ് ഹോൾ ലൈഫ് പോളിസി എന്ന് പറയുന്നത്. ക്ലിയർ? ആൻഡ് ലൈഫ് ഇൻഷുറൻസ് ഈസ് എ കോൺട്രാക്ട് ബിറ്റ്വീൻ എ പോളിസി ഹോൾഡർ ആൻഡ് ദ ഇൻഷുറർ. ഇൻഷുററും പോളിസി ഹോൾഡറും തമ്മിലുള്ളൊരു എഗ്രിമെൻ്റ് ആണ് ലൈഫ് ഇൻഷുറൻസ് പോളിസി, അല്ലേ? അവിടെ ഒരു വ്യക്തി എന്ത് ചെയ്യുന്നു, അവരുടെ ലൈഫ് ഇൻഷുറൻസ് ചെയ്യുന്നതിന് വേണ്ടി ഇൻഷുറൻസ് കമ്പനി ഒരു പ്രപ്പോസൽ ഫോം നൽകുന്നു. അതൊരു ഓഫറാണ്. ഈ പ്രപ്പോസൽ ഫോം ഇൻഷുറൻസ് കമ്പനി അക്സെപ്റ്റ് ചെയ്യുമ്പോൾ അത് എന്തായിട്ട് മാറുന്നു, അക്സെപ്റ്റൻസ് ആയിട്ട് മാറുന്നു. സോ ഇറ്റ് ബിക്കം an agreement or a contract, clear, legally enforceable contract. So where the insurer promises to pay a designated beneficiary a sum of money upon the death of the insured person or in the happen on or at the expiry of a certain period of time. ക്ലിയർ? ഒന്നുകിൽ ഡെത്ത് സംഭവിക്കുമ്പോഴോ അല്ലെങ്കിൽ എക്സ്പയറി ഓഫ് എ സർട്ടൺ പീരീഡ് കഴിയുമ്പോഴോ ഒരു നിശ്ചിത സം ഓഫ് മണി, സം ഓഫ് എമൗണ്ട് അല്ലെങ്കിൽ ഒരു നിശ്ചിത തുക കൊടുക്കാമെന്ന് അഷ്യൂർ ചെയ്തുകൊണ്ട്, സമ്മതിച്ചുകൊണ്ട് നടത്തപ്പെടുന്ന ഒരു കോൺട്രാക്റ്റ് ആണ്, ഒരു എഗ്രിമെൻ്റ് ആണ്, ഒരു പ്രോമിസ് ആണ്. ഓക്കെ. സോ ഡിപ്പെൻഡിങ് ഓൺ ദി കോൺട്രാക്ട് the other events such as terminal illness, അല്ലേ? സോറി, ഇതിന് മുമ്പ് കണ്ടൻസ് ഉണ്ടോ അല്ലേ? stipulated amount, അല്ലേ? that is included. So continuation with that, depending upon the nature of contracts, life insurance contracts, the other events such as terminal illness, okay, or critical illness may also be a trigger for payment. Clear? ഇപ്പോൾ ചില പോളിസികൾ എടുക്കുന്ന സമയത്ത് അതിൽ ഇങ്ങനെയുള്ള രോഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ടെർമിനൽ ഇൽനെസ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ഇൽനെസ് ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള റൈഡർ ക്ലോസസ് ഉണ്ടാവും. അത് വേണമെങ്കിൽ നമുക്ക് ഉൾപ്പെടുത്തിയിട്ട് എടുക്കാം. അങ്ങനെ അത് സംഭവിക്കുകയാണെങ്കിൽ, അങ്ങനെ ഒരു ക്രിട്ടിക്കൽ ഇൽനെസ് വരികയാണെങ്കിൽ പോളിസി മെച്യൂർ ആവും, അല്ലെങ്കിൽ പാർഷ്യലി മെച്യൂർ ആവും, അല്ലെങ്കിൽ പാർഷ്യൽ പേയ്മെൻറ്റ് കിട്ടും. ക്ലിയർ? അപ്പോൾ അത് ഒഴിവാക്കി കൊണ്ടുവെടുക്കാം. ക്ലിയർ? ഈ രീതിയിൽ പലതരത്തിലുള്ള പോളിസി ഫീച്ചേഴ്സ് ഇപ്പം നമുക്ക് കാണുന്നുണ്ട്. ക്ലിയർ? ക്രിട്ടിക്കലായിട്ടുള്ള ഇൽനെസ്സിനെ കവർ ചെയ്യുന്ന തരത്തിൽ പോളിസികൾ വിഭാവനം ചെയ്യുന്നുണ്ട് ലൈഫ് ഇൻഷുറൻസ് പോളിസി. ഓക്കെ. അതിനെ ഒഴിവാക്കിക്കൊണ്ട് കവറേജ് ഇല്ലാതെ ലൈഫ് ഇൻഷുറൻസ് പോളിസി എടുക്കാറുണ്ട്. ഓക്കെ. അപ്പോൾ ഈ രീതിയിൽ ഇപ്പോൾ ഇൽനെസ് കവേർഡ് ആണെങ്കിൽ അത് വരുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, പോളിസിയുടെ പേയ്മെൻറ്റ് നമുക്ക് ഉറപ്പാക്കാൻ പറ്റും. സോ ഇൻ ടേൺ ദ പോളിസി ഹോൾഡർ അഗ്രീസ് ടു പേ എ സ്റ്റിപ്പുലേറ്റഡ് എമൗണ്ട് ഓഫ് മണി ദറ്റ് ഈസ് ഓൺ റെഗുലർ ഇൻ്റർവെൽസ് കോൾഡ് ക്ലിയർ ഓർ ഇൻ ലംസം. ഒന്നുകിൽ ലംസമായിട്ടോ അല്ലെങ്കിൽ റെഗുലർ ഇൻ്റർവെല്ലോ ചെറിയൊരു എമൗണ്ട് കൊടുക്കാമെന്ന് പറയുന്നു. ഈ എമൗണ്ടിന് പറയുന്ന പേരെന്താണ്? പ്രീമിയം ആണെന്ന് നമുക്കറിയാം, അല്ലേ? സോ ഇൻ സം കൺട്രീസ് death expenses such as funeral charges, funeral expenses are also included in the premium. അപ്പോൾ പ്രീമിയം നമ്മൾ അടയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അതിൽ എമൗണ്ടിൽ എന്തുകൂടെ വരുന്നു, ഇതിന് വേണ്ടിയിട്ടുള്ള ഫ്യൂണറൽ ചാർജസ് കൂടെ, മരണം സംഭവിക്കുകയാണെങ്കിൽ ഫ്യൂണറൽ ചാർജസിന് വേണ്ടിയിട്ടുള്ള ഒരു എമൗണ്ട് കൂടെ കൊടുക്കും, അല്ലേ? ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് അത്രത്തോളം അങ്ങനെയുള്ളൊരു പ്രാക്ടീസ് ഇല്ല. പക്ഷേ വിദേശ രാജ്യങ്ങളിലൊക്കെ നോക്കുകയാണെങ്കിൽ ഈ ഫ്യൂണറൽ എന്ന് പറയുന്നത് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ, അല്ലേ, ആ ബോഡി ക്രിമേറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട്, ക്ലിയർ, അവിടെയുള്ള ക്രിമേഷൻ പറഞ്ഞാൽ കുറേ ശുശ്രൂഷകളൊക്കെ ഉണ്ടാവും, ക്ലിയർ. അപ്പോൾ കുറേ ആൾക്കാർ വരും, അല്ല അവിടെ ആൾക്കാരെയൊക്കെ വിളിച്ച് വരുത്തി അതിന് ഫ്രീസറിലൊക്കെ സൂക്ഷിച്ച്, ക്ലിയർ, കുറേയധികം പ്രാർത്ഥനകളും മറ്റുള്ളതൊക്കെ കഴിഞ്ഞ് ഒരാഴ്ചയോ അല്ലെങ്കിൽ 2 3 4 ദിവസങ്ങളൊക്കെ കഴിഞ്ഞ് ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും അവർ ക്രിമേഷനൊക്കെ നടക്കുക, ക്ലിയർ. അപ്പോൾ അതുവരെയുള്ള എക്സ്പെൻസ് അതിനാണ് ഫ്യൂണറൽ ചാർജസ് എന്ന് പറയാം. അപ്പോൾ അതിനുമായി ബന്ധപ്പെട്ടിട്ട് വരുന്ന അസോസിയേറ്റഡ് ആയിട്ടുള്ള ചിലവുകളൊക്കെ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഉള്ള എക്സ്പെൻസ് കൂടെ ഇതിൽ കവേർഡ് ആയിരിക്കും. പക്ഷെ ഇവിടെ നമ്മുടെ ഇന്ത്യയിൽ ഓഫർ ചെയ്യുന്ന പോളിസികൾ അങ്ങനെയൊന്നും വരാറില്ല, ക്ലിയർ. സോ ഇൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് predominant form of simply specifies a lump sum to be paid on the insurance's demises, clear. മരണം സംഭവിക്കുന്ന സമയത്ത് ഒരു ലംസം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കും അവിടെ ഉണ്ടാവുക, അല്ലേ? യു എസിലുള്ള പോളിസികളുടെ ടിപ്പിക്കൽ ആയിട്ടുള്ള നേച്ചർ. Then the value of the policy owner is the peace of mind in knowing that on the death of the insured person will not result in the financial hardship of his family, അല്ലേ? ഇപ്പോൾ ഇൻഷുറൻസ് പോളിസി നമ്മൾ എന്തിനാണ് എടുക്കുന്നത്, അല്ലേ? ഒന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസിന് വേണ്ടി ഇപ്പോൾ എടുക്കുന്നുണ്ട്, മാർക്കറ്റ് ലിങ്ക്ഡ് പോളിസി ഉണ്ട്, റിട്ടേൺ കിട്ടാൻ വേണ്ടി എടുക്കുന്നുണ്ട്, ക്ലിയർ, ടാക്സ് സേവ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നുണ്ട്, ടാക്സ് ഡിഡക്ഷൻ കിട്ടാൻ വേണ്ടി എടുക്കുന്നത്, ഇങ്ങനെ ഒട്ടനവധി ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. ബട്ട് പ്രിഡോമിനൻ്റ് ഒബ്ജക്റ്റീവ് ഓഫ് ടേക്കിംഗ് ഇൻഷുറൻസ് പോളിസി, ലൈഫ് ഇൻഷുറൻസ് പോളിസി ഈസ് ടു, അല്ലേ, എൻഷുർ ദാറ്റ് അവർ ഫാമിലി മെമ്പേഴ്സ് വിൽ നോട്ട് ബി
get suffered, clear, because of a demise. അപ്പോൾ നമ്മൾ മരണസമയം ഇൻഷുറൻസ് പോളിസി എടുത്തിരിക്കുന്ന ഒരു വ്യക്തി മരിക്കുകയാണെങ്കിൽ, അല്ലെ, മരണം സംഭവിക്കുകയാണെങ്കിൽ ഇവിടെ ഫാമിലി മെമ്പേഴ്സ് ഉണ്ടാവുന്ന ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഹാർഡ്ഷിപ്പ് ഒരു പരിധി വരെ ഇത് ഒഴിവാക്കാൻ പറ്റും. കാരണം എന്താ, ഒരു ലംസം എമൗണ്ട് കിട്ടുന്നു, അത് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് ചെറുതായിട്ടുള്ള ലൈവ്ലിഹുഡ് നടത്തിക്കൊണ്ടു പോകാൻ പറ്റും, അല്ലേ. അപ്പോൾ ഒരു ചെറിയൊരു സമ്മഷ്യോട് നമുക്ക് കിട്ടുന്നതുകൊണ്ട് ഒരു നിശ്ചിത പീരീഡ് വരെയെങ്കിലും അറ്റ്ലീസ്റ്റ് സർവൈവ് ചെയ്യാൻ പറ്റും. അതിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം, സർവൈവിങ് മെമ്പേഴ്സിന് ഒരു ജോലിയോ മറ്റുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് അവർക്ക് ഏർണിംഗ് ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള റെമ്യൂണറേറ്റീവ് ആയിട്ടുള്ള ഒരു ജോബ് കണ്ടെത്താൻ പറ്റും, ക്ലിയർ. അപ്പോൾ ആ പീരീഡ് വരെ കവറപ്പ് ചെയ്യുന്നതിന് ഇത് സഹായിക്കും, ക്ലിയർ. അതുപോലെ ഒരു ഫിനാൻഷ്യൽ ഹാർഡ്ഷിപ്പ് അല്ലെങ്കിൽ മിസ്സാപ്പ് അതൊക്കെ വരുന്നത്, അല്ലേ, അത് ഒഴിവാക്കാൻ നമുക്ക് ഇതുവഴി പറ്റും, ക്ലിയർ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഉദ്ദേശം, ക്ലിയർ. The life insurance policies are legal contracts and the terms of the contract describes the limitations on the insured events. So specific exclusions are often written into the contract to the limit liability of the insurer or insurance company, clear. So common example, അല്ലെ, ഇൻഷുറൻസ് പോളിസി എടുക്കുമ്പോൾ തന്നെ ചില കാര്യങ്ങളൊക്കെ ഇൻഷുറൻസ് കമ്പനി എന്ത് ചെയ്യുന്നു, അവരുടെ ലയബിലിറ്റി ഒഴിവാക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിനെ ലിമിറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടാവും, ക്ലിയർ. അപ്പോൾ അതിൽ എന്തൊക്കെ വരുന്നു, ക്ലെയിംസ് റിലേറ്റിംഗ് ടു സൂയിസൈഡ്, ക്ലിയർ. അപ്പോൾ സൂയിസൈഡ് മുഖേന മരണം സംഭവിക്കുകയാണെങ്കിൽ ക്ലെയിം കിട്ടില്ല എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളൊരു കേസിൽ എന്ത് കിട്ടില്ല, ക്ലെയിം കിട്ടില്ല. നമ്മൾ എത്ര പൈസ അടച്ചിട്ടുണ്ടോ ആ പൈസ റിട്ടേൺ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ, ക്ലിയർ. അതുവരെയുള്ള ലോയൽറ്റി അഡീഷനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടെ തരും, ബോണസ് ഉണ്ടെങ്കിൽ ബോണസ് ക്ലിയർ തരും. അങ്ങനെയല്ലാതെ മുഴുവൻ സമ്മർശോടും തരില്ല, ക്ലിയർ. അതുപോലെ ഫ്രോഡ് നടത്തിയിട്ടാണ്, അല്ലേ, ഫ്രോഡ് പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻഷുറൻസ് പോളിസി എടുത്തിരിക്കുന്നത് അറിയുകയാണെങ്കിൽ, ക്ലിയർ, അപ്പോഴും എന്ത് ചെയ്യും, ഇൻഷുറൻസ് പോളിസി കിട്ടില്ല, ക്ലിയർ. അപ്പോൾ അതിനൊക്കെ ഇതൊക്കെ റൈഡറായിട്ട് വെച്ചിട്ടുണ്ടാവും, ക്ലോസ് ആയിട്ട് എക്സ്ക്ലൂഷൻസ് ആയിട്ട് വെച്ചിട്ടുണ്ടാവും. അതുപോലെ വാർ സംഭവിക്കുന്നു, അതിൻ്റെ ഫലമായിട്ട് മരണം സംഭവിക്കുകയാണ്, അല്ലേ. അപ്പോൾ ലക്ഷക്കണക്കിന് ആൾക്കാർ ചിലപ്പോൾ മരിച്ചു എന്ന് വരും, എല്ലാവർക്കും കോമ്പൻസേഷൻ കൊടുക്കാൻ കമ്പനിക്ക് കഴിയുന്നില്ല, അതുകൊണ്ട് അതൊരു എക്സ്ക്ലൂഷനായിട്ട് പറയും, ക്ലിയർ. ദെൻ റൈറ്റ് വരുന്ന സമയത്ത്, അല്ലേ, ഒരു മാസീവായിട്ടുള്ള റൈറ്റ് വരികയാണ്, അതിൻ്റെ ഫലമായിട്ട് കുറേ ഡെത്ത് സംഭവിച്ചു, അപ്പോൾ ഇൻഷുറൻസ് പോളിസിക്ക് അതിൽ ഉൾപ്പെട്ടിട്ടാണ് വരുന്നതെങ്കിൽ കിട്ടില്ല, ക്ലിയർ. അതിൻ്റെ വിക്ടിമായിട്ട് വരികയാണെങ്കിൽ കിട്ടും, ബട്ട് അതിൽ ഉൾപ്പെട്ടിട്ട്, അല്ലേ, റൈറ്റിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചിട്ട് മരണം വരുമ്പോൾ കിട്ടില്ല, ക്ലിയർ. അതുപോലെ തന്നെ സിവിൽ ഈ രീതിയിൽ വരുന്ന റൈറ്റിംഗ്, സിവിൽ ഡിസ്റ്റർബൻസസ്, സിവിൽ കമോഷൻ ഹിയർ മീൻസ് സിവിൽ ഡിസ്റ്റർബൻസസ് എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ. അപ്പോൾ റൈറ്റിംഗ് പോലെ തന്നെയുള്ള പ്രവൃത്തി, ഇങ്ങനെയൊക്കെ ഇതിലൊക്കെ ഏർപ്പെട്ടിട്ട് മരണം വരികയാണെങ്കിൽ, അല്ലേ, അതിന് വിക്ടിമാകുമ്പോൾ നമുക്ക് നിവർത്തിയില്ല, അല്ലേ, പക്ഷേ അതിൽ ഏർപ്പെട്ടിട്ട് വരികയാണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പോളിസി കവറേജ് ഇതിൽ കിട്ടില്ല, ക്ലിയർ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത, ലൈഫ് ഇൻഷുറൻസിൻ്റെ ചില ഫീച്ചേഴ്സ്. ഓക്കെ, ലൈഫ് ഇൻഷുറൻസിനെ കുറിച്ച് നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, അല്ലേ. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പോളിസീസ് ഉണ്ട്, അല്ലേ. അതിൽ എൻഡോമെൻറ്റ് പോളിസി ഉണ്ട്, ഹോൾ ലൈഫ് പോളിസി ഉണ്ട്, അല്ലേ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ നോക്കുക കേട്ടോ. അതിന് സബ്സിക്വൻ്റ്ലി നമുക്ക് പിന്നീട് വരുന്ന സമയത്ത് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ഈസ് മറൈൻ ഇൻഷുറൻസ് പോളിസി. എന്താണ് മറൈൻ ഇൻഷുറൻസ് പോളിസി? സോ വാട്ട് ഈസ് എ മറൈൻ ഇൻഷുറൻസ് പോളിസി? ഓൾറെഡി പറഞ്ഞതാണ്, അല്ലേ. മറൈൻ റിസ്കിനെ കവർ ചെയ്യുന്നതിന് വേണ്ടി, സീ പെരിൽസ് കവർ ചെയ്യുന്നതിന് വേണ്ടി, അല്ലേ, സീ ട്രാൻസ്പോർട്ടേഷൻ അല്ലെങ്കിൽ ഓഷ്യൻ ട്രാൻസ്പോർട്ടേഷൻ അതിൽ വരാവുന്ന റിസ്കിനെ കവറപ്പ് ചെയ്യുന്നതിന് വേണ്ടി എടുക്കപ്പെടുന്ന പോളിസികളാണ് എന്ത് പറയുന്നത്, മറൈൻ ഇൻഷുറൻസ് പോളിസീസ് അല്ലെങ്കിൽ മറൈൻ പോളിസീസ്. ഓക്കെ, so these are all policies taken for reducing or mitigating the loss or damage, clear, caused to ship, cargo, clear, then terminals, passengers, etc. During the sea transportation or movement of goods and people from one place to another through sea. Okay, so ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, മറൈൻ ഇൻഷുറൻസ് എന്ന് പറയുക. സോ മറൈൻ ഇൻഷുറൻസ് കവേഴ്സ് the loss or damage of ship, cargo, terminals and any transport or cargo by which property is transferred or acquired or is held between the points of origin and the points of destination. Clear? ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലം, പോയിന്റ് ഓഫ് ഒറിജിൻ എന്ന് പറയുന്നത് സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് ഡെസ്റ്റിനേഷൻ എന്ന് എത്തിച്ചേരുന്ന സ്ഥലം, അല്ലേ. അപ്പോൾ ഈ സ്ഥലത്തേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് വോയേജ് സംഘടിപ്പിക്കുന്നത് അല്ലെങ്കിൽ സീ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്നത്, ക്ലിയർ. അപ്പോൾ അതിൽ കാർഗോ ഉണ്ടാവാം, പീപ്പിൾ ഉണ്ടാവാം, അല്ലെങ്കിൽ എക്യുപ്മെൻറ്റ്സ് ഉണ്ടാവാം, എന്താവാം, അല്ലേ. ഏത് തരത്തിലുള്ള കാര്യങ്ങളാണെങ്കിൽ അതിനൊക്കെ ഗുഡ്സ് റിലേറ്റഡ് ആണെങ്കിൽ അതിനൊക്കെ കാർഗോ എന്ന് പറയുന്നു, ക്ലിയർ. ദാറ്റ് ഈസ് കാർഗോ ഇൻഷുറൻസ് അല്ലെങ്കിൽ കാർഗോ, ക്ലിയർ. പാസഞ്ചർ എന്ന് പറയുമ്പോൾ എന്താ, വ്യക്തികൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്, അല്ലേ. ഇപ്പോൾ ഒരു ക്രൂയിസ് ഷിപ്പാണെന്ന് വിചാരിക്കുക, അല്ല വ്യക്തികളായിരിക്കും ട്രാൻസ്പോർട്ട് ചെയ്യുക, ഇൻഡിവിജ്വൽസ് ആയിരിക്കും ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ടാവുക, ക്ലിയർ. ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ യാത്രയുടെ ഭാഗമായിട്ടൊക്കെ
ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അതെന്താണ്? പാസഞ്ചേഴ്സാണ്. ക്ലിയർ? അപ്പോൾ ഈ രീതിയിൽ വരാവുന്ന ഷിപ്പിനോ കാർഗോയ്ക്കോ അല്ലെങ്കിൽ പാസഞ്ചേഴ്സിനോ ടെർമിനൽസിനോ അല്ലെ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഒരു വാല്യൂ അല്ലെങ്കിൽ ഇതിനെ മൂവ്മെൻറ്റ് ചെയ്യുന്നതിൻ്റെ ഫലമായി എക്സ്ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടി പോകുന്നതിൻ്റെ ഫലമായിട്ട് സംഭവിക്കാവുന്ന റിസ്കുകൾ അല്ലെ ലോസുകൾ ഇതിന് കവർ ചെയ്യുന്നതിന് വേണ്ടിയാണ് മറൈൻ ഇൻഷുറൻസ് പോളിസികൾ നൽകുന്നത്. സോ മറൈൻ ഇൻഷുറൻസ് ഈസ് എ ടൈപ്പ് ഓഫ് ഇൻഷുറൻസ് ദാറ്റ് കവേഴ്സ് ബോട്ട്സ് ആൻഡ് ഷിപ്സ് ആസ് വെൽ ആസ് their cargo, and in some cases instances the places where the boat or ship is docked. അല്ലേ, പോർട്ടുകൾക്കും ഇതിൻ്റെ ഭാഗമായിട്ട് ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അല്ലേ, പോർട്ടുകൾ വെച്ചിട്ടാണ് ഷിപ്പുകളിൽ അൺലോഡിങ് ലോഡിങ് ഒക്കെ ചെയ്യുക. അവിടെ ചിലപ്പോൾ എന്തെങ്കിലും നഷ്ടം സംഭവിക്കാം. ക്ലിയർ? അപ്പോൾ അത് മറൈൻ ഇൻഷുറൻസിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നു. ഓക്കെ, അതുകൊണ്ടാണ് ടെർമിനൽസ് എന്ന് പറയുന്നത്. ക്ലിയർ? കാർഗോ ടെർമിനൽസ് ഉണ്ട്, കണ്ടെയ്നർ ടെർമിനൽസ് ഉണ്ട്. ക്ലിയർ? ഇവിടെയൊക്കെ ചില റിസ്ക് സംഭവിക്കാം. അല്ലേ, ഒരു ഷിപ്പിൽ നിന്ന് മറ്റൊരു ഷിപ്പിലേക്ക് എടുത്തു വയ്ക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഷിപ്പിൽ നിന്നും ബാർജിലേക്ക് എടുത്തു വയ്ക്കുമ്പോഴോ അല്ലെങ്കിൽ ഷിപ്പിൽ നിന്നും പോർട്ടിലേക്ക് ടെർമിനലിലേക്ക് മാറ്റുമ്പോഴോ അല്ലെങ്കിൽ ടെർമിനലിൽ നിന്ന് ഷിപ്പിലേക്ക് ലോഡ് ചെയ്യുന്നതിന് വേണ്ടി ക്രെയിൻ ഉപയോഗിക്കുമ്പോഴൊക്കെ എന്ത് ചെയ്യാം? ലോസ് സംഭവിക്കാം, അല്ലെങ്കിൽ നഷ്ടം സംഭവിക്കാം, അല്ലെങ്കിൽ ആക്സിഡൻറ്റ് സംഭവിക്കാം. ക്ലിയർ? അപ്പോൾ ഇങ്ങനെയുള്ള കുറേ പെരിൽസിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഇൻഷുറൻസ് ചില കേസസിൽ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. സോ ഇറ്റ് ആൾസോ ഈ സൈക്കിൾ ഓഫ് മറൈൻ ഇൻഷുറൻസിൻ്റെ കേസ് ആണ് നമ്മൾ നോക്കി വന്നത്. സോ ഇതിൻ്റെ ഹിസ്റ്ററി നമ്മൾ നോക്കുകയാണെങ്കിൽ അല്ലേ, വളരെ മുമ്പ് തൊട്ടേ ഒരു ഇൻഷുറൻസ് ആണ് മറൈൻ ഇൻഷുറൻസ്. ക്ലിയർ? ഇറ്റ്സ് ഓൾഡസ്റ്റ് ടൈപ്പ് ഓഫ് ഇൻഷുറൻസ്. കാരണം എന്താ? ആദ്യ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന ട്രാൻസ്പോർട്ടേഷനും മൂവ്മെൻറ്റും ട്രേഡും കൊമേഴ്സൊക്കെ ഓഷ്യനിലൂടെയായിരുന്നു. അല്ലേ, സീ ട്രാൻസ്പോർട്ടേഷൻ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ റിസ്കിനുള്ള സാധ്യത വളരെ കൂടുതലായിരുന്നു. അപ്പോൾ അത് കവറപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് മറൈൻ ഇൻഷുറൻസ് പോളിസികളൊക്കെ ആദ്യം വിഭാവനം ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ലേ, ഇപ്പോൾ ഇംഗ്ലണ്ടിലൊക്കെ ഏകദേശം 17th സെഞ്ചുറിയോടുകൂടി ഇത് നടപ്പിലുണ്ടായിരുന്നു. ക്ലിയർ? സോ ഇൻ 1906 ദി മറൈൻ ഇൻഷുറൻസ് ആക്ട് വാസ് പാസ്ഡ് അണ്ടർ ദി ബ്രിട്ടീഷ് ലോ, creating a standard operating procedure for the marine insurance policies that dictates the world's politics to the day. Clear? So the standards set forth by the act are considered reasonable, but due to changes in the technology and social standards, the act is generally seen as obsolete and is being replaced by more modern legislation. ക്ലിയർ? അപ്പോൾ ഈ നേരത്തെ 1906 ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ കാലത്ത് പാസ് ചെയ്തിട്ടുള്ള മറൈൻ ഇൻഷുറൻസ് ആക്ട്, ക്ലിയർ, അതിനുശേഷം ഡെവലപ്മെൻറ്റ്സിനൊക്കെ അനുസരിച്ചുകൊണ്ട് പിന്നീട് നിയമങ്ങൾ ക്ലിയർ പരിഷ്കരണങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എങ്കിലും അല്ലേ ഒരു ബേസിക് ആയിട്ടുള്ളൊരു ആക്ടായിട്ടത് അറിയപ്പെടുന്നു, മറൈൻ ഇൻഷുറൻസ് ആക്ട്. ഓക്കെ, ദെൻ കൈൻഡ്സ് ഓഫ് മറൈൻ പോളിസി. ഇത് നമ്മൾ നേരത്തെ ജസ്റ്റ് നോക്കിപ്പോയതാണെങ്കിൽ നമുക്ക് ഇൻഫർമേഷന് വേണ്ടി പറയാം. അല്ലേ, എന്തൊക്കെയാണ് പ്രധാനമായിട്ടും വരിക? So the document containing the terms and conditions of the contract is called a marine insurance. അപ്പോൾ അതിനുമായി ബന്ധപ്പെട്ട് വരാവുന്ന ചില പ്രധാനപ്പെട്ട പോളിസികളെ കുറിച്ചാണ് നമ്മളിവിടെ നോക്കുന്നത്. വോയേജ് പോളിസി, ഒരു വോയേജിനെ കവർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള പോളിസിയാണ് വോയേജ് പോളിസി. അല്ലേ, എന്താ വോയേജ് എന്ന് പറഞ്ഞാൽ? ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നടത്തപ്പെടുന്ന യാത്രയ്ക്ക് പറയുന്ന പേരാണ് വോയേജ്. ക്ലിയർ? സോ വോയേജ് ഈസ് എ ജേർണി ഫ്രം വൺ പ്ലേസ് ടു അനദർ പ്ലേസ്, ഫോർ എക്സാമ്പിൾ ഫ്രം ബോംബെ ടു ലണ്ടൻ. ക്ലിയർ? ഇതിനാണ് നമ്മളൊരു വോയേജ് എന്ന് പറയുക. ഈ വോയേജിന് ഇടയിൽ വരാവുന്ന നഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻഷുറൻസ് ചെയ്യുന്നതിനെ വോയേജ് പോളിസി എന്ന് പറയും. Clear? So voyage policy covers the risk of loss for a particular voyage. ഒരു particular voyageന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു പോളിസി എടുക്കുന്നു. So when the contract of insurance is subject matter, contract is to insure the subject matter at and from one place to another, the policy is called a voyage policy. അല്ലേ, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഗുഡ്സോ അല്ലേ മറ്റുള്ള കാര്യങ്ങളോ എത്തിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ വരുന്ന റിസ്കുകളെ കവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇൻഷുറൻസ് എടുക്കുമ്പോൾ ഒരു പർട്ടിക്കുലർ വോയേജ് ആണ് അവിടെ കവർ ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിനെ വോയേജ് പോളിസി എന്ന് പറയുന്നു. സോ ഇൻ ദിസ് കേസ് റിസ്ക് അറ്റാച്ചസ് ഓൺലി വെൻ ദി ഷിപ്പ് സ്റ്റാർട്ട്സ് ഓൺ ദി വോയേജ്. അല്ലേ, റിസ്ക് എപ്പോഴാണ് തുടങ്ങുക? ഷിപ്പ് വോയേജിന് തുടങ്ങുമ്പോൾ. എപ്പോൾ അവസാനിക്കും? വോയേജ് കഴിയുന്നതോടുകൂടി അവസാനിക്കും. ക്ലിയർ? ഈ രീതിയിലുള്ളതാണ് ഒരു വോയേജ് പോളിസി എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ടൈം പോളിസി. ഇങ്ങനെ ഒരു പർട്ടിക്കുലർ വോയേജിൻ്റെ കാര്യങ്ങളൊന്നും പറയാതെ, ഇന്ന വോയേജ് എന്നൊന്നും പറയാതെ ഒരു ടൈമിൽ, ഒരു ഡെസിഗ്നേറ്റഡ് ടൈം, സേ ഫോർ എക്സാമ്പിൾ 1 ജനുവരി മുതൽ ക്ലിയർ 31 ഡിസംബർ വരെ നടത്തപ്പെടുന്ന എല്ലാ വോയേജുകൾക്കും എന്നുള്ള രീതിയിൽ നമ്മൾ പോളിസി എടുക്കുമ്പോൾ അതിന് എന്ത് പറയും?
ടൈം പോളിസിയാണ്. അപ്പോൾ ഈ ടൈം പോളിസിയുടെ പ്രത്യേകത എന്താ? സോ വെൻ ദി സബ്ജക്ട് മാറ്റർ ഈസ് ഇൻഷുർഡ് ഫോർ എ ഡെഫിനറ്റ് പീരീഡ് ഓഫ് ടൈം ഇറ്റ് ഈസ് കോൾഡ് എ ടൈം പോളിസി. അവിടെ ഒരു പർട്ടിക്കുലർ വോയേജ് ആയിരിക്കില്ല, പകരം ഒരു പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈമിനായിരിക്കും ഇൻഷുർ ചെയ്യുന്നത്. ഒരു വർഷം, 1 ജനുവരി ടു 31 ഡിസംബർ, അല്ലെങ്കിൽ 1 ഏപ്രിൽ ടു 31 മാർച്ച്, ഇങ്ങനെ ഏതെങ്കിലും ഒരു പീരീഡ് ആയിരിക്കും അതിൽ കവർ ചെയ്യുന്നത്. ക്ലിയർ? സോ ദ ഷിപ്പ് മേ പെർസ്യൂ എനി കോഴ്സ് ഇറ്റ് ലൈക്ക്, അല്ലേ? എത്ര വോയേജോ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള വോയേജോ ട്രാൻസ്പോർട്ടേഷനൊക്കെ അതിൻ്റെ ഇടയിൽ ചെയ്യാൻ പറ്റും. ക്ലിയർ? അപ്പോൾ പോളിസിയിൽ ചില കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ടാവും, അതിനനുസരിച്ച് അവർക്ക് എന്ത് ചെയ്യാം? ദേ ക്യാൻ കണ്ടക്ട് വോയേജ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് കാർഗോ മൂവ്മെൻറ്റ്. ക്ലിയർ? അതിൽ വരുന്ന റിസ്കുകളൊക്കെ ഇതിൽ കവേർഡ് ആയിരിക്കും. ആ പീരീഡിനുള്ളിലായിരിക്കണമെന്ന് മാത്രം. ഓക്കെ, വിത്തിൻ ദ സ്റ്റേറ്റഡ് പീരീഡ് ആണെങ്കിൽ കുഴപ്പമില്ല. സോ ദ ടൈം പോളിസി കനോട്ട് ബി എ പീരീഡ് എക്സീഡിങ് 1 ഇയർ. പക്ഷേ ഇങ്ങനെയുള്ള പോളിസികളാണെങ്കിലും ഒരു വർഷത്തിൽ കൂടുതൽ സാധാരണ എന്ത് കൊടുക്കാറില്ല? പോളിസിയുടെ ഇൻഷുറൻസ് പോളിസി കൊടുക്കുക. എല്ലാ ജനറൽ ഇൻഷുറൻസ് പോളിസികളും ഒരു വർഷത്തേക്കാണ് കൊടുക്കുക. പിന്നീട് എന്ത് ചെയ്യണം? മറ്റുള്ള വർഷങ്ങൾക്ക് അത് റിന്യൂ ചെയ്യാൻ വേണമെങ്കിൽ. ക്ലിയർ? സോ കണ്ടിന്യൂഷൻ ക്ലോസ് ക്യാൻ ബി ആഡഡ്. കാരണം വേണമെങ്കിൽ കണ്ടിന്യൂഷൻ ക്ലോസ് ആഡ് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യാൻ? റിന്യൂ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ പോളിസി, ടൈം പോളിസിയുടെ ഒരു പ്രത്യേകത. ദെൻ വേറൊരു പോളിയാണ് മിക്സഡ് പോളിസി. ടൈം പോളിസിയുടെയും അതുപോലെ തന്നെ വോയേജ് പോളിസിൻ്റെ ഒരു മിക്സറായിട്ട് വരുന്ന, അല്ലേ, കോമ്പിനേഷനായിട്ട് വരുന്നതാണ് മിക്സഡ് പോളിസി എന്ന് പറയുന്നത്. ക്ലിയർ? സോ ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് വോയേജ് പോളിസി ആൻഡ് ടൈം പോളിസി. ക്ലിയർ? അപ്പോൾ വോയേജും ഉണ്ടാവും, ടൈം പോളിസി രണ്ടും കൂടെ കവർ ചെയ്യും. ക്ലിയർ? ഒരു പർട്ടിക്കുലർ ടൈമും ഉണ്ടാവും, പർട്ടിക്കുലർ വോയേജസിനും ഇത് കവേർഡ് ആയിരിക്കും. അപ്പോൾ ആ രീതിയിൽ വരുന്നതാണ് എന്ത് പറയണത്? മിക്സഡ് പോളിസി. സോ ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് വോയേജ് ആൻഡ് ടൈം പോളിസീസ് ആൻഡ് കവേഴ്സ് ദി റിസ്ക് ഡ്യൂറിങ് പർട്ടിക്കുലർ വോയേജ് ഫോർ എ സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈം. ഒരു പ്രത്യേക സമയം വരെ ഈ വോയേജസ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നടത്തപ്പെടുന്ന ട്രാൻസ്പോർട്ടേഷന് വേണ്ടി വരുന്ന റിസ്ക് കവർ ചെയ്യുകയാണ് ഇതിൽ ചെയ്യുന്നത്. വാല്യൂഡ് പോളിസി. സോ വാട്ട് ഈസ് വാല്യൂഡ് പോളിസി? So it's a policy which specifies the agreed value of a subject matter insured. Clear? Subject matter of insurance inde value മുൻകൂട്ടി നിശ്ചയിക്കും. ക്ലിയർ? അങ്ങനെ നിശ്ചയിച്ചുകൊണ്ട് നമ്മളൊരു പോളിസി ഇഷ്യൂ ചെയ്യുമ്പോൾ അതിന് പറയുന്ന പേരാണെന്ത്? മറൈൻ ഇൻഷുറൻസ് പറയുന്ന പേരാണ് വാല്യൂഡ് പോളിസി എന്ന് പറയുന്നത്. ക്ലിയർ? ഇപ്പോൾ ഒരു പോളിസി എടുക്കുന്ന സമയത്ത്, ഫോർ എക്സാമ്പിൾ നമ്മൾ കാർഗോ ഇൻഷുറൻസ് എടുക്കുകയാണെന്ന് വിചാരിക്കാം, അല്ലേ? കാർഗോ നമുക്കറിയാം, കാർഗോ ഒരു സമയത്ത് കയറ്റുന്ന കാർഗോന് ഒരു വാല്യൂ ഉണ്ടാവും, വേറെ സമയത്ത് കയറ്റുന്ന കാർഗോന് വേറൊരു വാല്യൂ ആയിരിക്കും. ക്ലിയർ? ഇപ്പോൾ കാർഗോ ഇൻഷുറൻസ് എടുത്തിരിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ വോയേജ് എടുത്തിരിക്കുന്ന ഒരാൾ, അല്ലേ, ആ വോയേജിൻ്റെ ഫലമായിട്ട് വരുന്ന നഷ്ടം മുൻകൂട്ടി നമുക്ക് പറയാൻ പറ്റുമോ? ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ കാർഗോ, അല്ലേ? ചില സമയത്ത് 500 കോടി രൂപയുടെ കാർഗോ അതിലുണ്ടാവും, ചില സമയത്ത് 200 കോടി രൂപയുടെ കാർഗോ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഓരോ സമയത്തുള്ള കാർഗോ അല്ലെങ്കിൽ ഓരോ സമയത്തുള്ള ഷിപ്പിൻ്റെയോ എക്യുപ്മെൻസിൻ്റെയോ അതുപോലെ തന്നെ അതിലുള്ള മിഷനറീസിൻ്റെയോ അല്ലെങ്കിൽ അതുപോലെ തന്നെ കാർഗോൻ്റെയോ ഒന്നും വാല്യൂ എത്രയാണെന്ന് മുൻകൂട്ടി നിശ്ചയിക്കാതെ ഒരു എമൗണ്ട് നിശ്ചയിക്കുന്നു മുൻകൂട്ടി തന്നെ വാല്യൂ. ക്ലിയർ? സേ ഫോർ എക്സാമ്പിൾ 100 crore rupees, 100 കോടി രൂപ വരെയുള്ള നഷ്ടം എന്നുള്ള രീതിയിൽ മാത്രം പറയുന്നു. അപ്പോൾ അവിടെ എമൗണ്ട് ഓഫ് കോമ്പൻസേഷൻ മുൻകൂട്ടി നിശ്ചയിക്കുകയാണ്. കാർഗോ എത്രയാണെന്നില്ല, ലോസ് എത്രയാണെന്നില്ല. ക്ലിയർ? അപ്പോൾ അതുകൊണ്ട് പരമാവധി എത്രയേ കിട്ടുള്ളൂ? 100 കോടി രൂപ വരെയുള്ള നഷ്ടം സംഭവിക്കണേ അതേ കിട്ടുള്ളൂ. ക്ലിയർ? അപ്പോൾ 500 കോടി രൂപയുടെ കാർഗോ നഷ്ടപ്പെട്ടാലും 100 കോടി രൂപയെ കിട്ടുള്ളൂ. ക്ലിയർ? 600 കോടി രൂപയുടെ ഷിപ്പ് നഷ്ടപ്പെട്ടാലും നമുക്ക് 100 കോടി രൂപയെ കിട്ടും. കാരണം എന്താ? വി ഹാവ് ടേക്കൺ എ വാല്യൂ ടു പോളിസി. ക്ലിയർ? 100 കോടി രൂപ. അപ്പോൾ ഈ രീതിയിൽ ഒരു പ്രീ ഡിറ്റർമിൻഡ് എഗ്രീഡ് പോളിസി അനുസരിച്ച് നമ്മൾ ഒരു സം അഷ്യൂർഡിനനുസരിച്ച് പോളിസി എടുക്കുമ്പോൾ അതിനെന്ത് പറയും? വാല്യൂഡ് പോളിസി എന്ന് പറയും. ക്ലിയർ? ഇപ്പോൾ സാധാരണ ഒരു അസസ്മെൻ്റ് ഒന്നും ചെയ്യാതെ എടുക്കുന്ന പോളിസിയാണ്. അതിൻ്റെ അർത്ഥം ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ അർത്ഥം കുറഞ്ഞ ഒരു എമൗണ്ടിൽ പോളിസി എടുക്കുന്നതെന്ന് പറയണമെന്നില്ല, അത് കൂടുതൽ എമൗണ്ടിന് വേണമെങ്കിലും എടുക്കാറുണ്ട്. ക്ലിയർ? ഇപ്പോൾ ആകെ 500 കോടി രൂപയുടെ കാർഗോ ഒക്കെ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ 600 കോടി രൂപയുടെ ഷിപ്പേ ഉണ്ടാവുള്ളൂ, പക്ഷെ നമ്മൾ 2000 കോടി രൂപയുടെ ഇൻഷുറൻസ് എടുക്കുന്നു. ക്ലിയർ? അത് പ്രീ ഡിറ്റർമിൻഡ് ആയിട്ട് നമ്മൾ എടുക്കുന്നതാണ്. ക്ലിയർ? അപ്പോൾ അങ്ങനെ ഒരു ഇൻഷുറൻസ് കമ്പനി മറൈൻ ഇൻഷുറൻസ് നൽകുന്ന സമയത്ത് ഒരു നിശ്ചിത വാല്യൂവിനാണ് നൽകുന്നതെങ്കിൽ ഇറ്റ് ഇസ് കോൾഡ് എ വാല്യൂഡ് പോളിസി. സോ ഇറ്റ്സ് എ പോളിസി വിച്ച് സ്പെസിഫൈസ് ആൻ എഗ്രീഡ് വാല്യൂ ഓഫ് ദ സബ്ജക്ട് മാറ്റർ ഇൻഷുർ. ഓക്കെ, അപ്പോൾ കോമ്പൻസേഷൻ എന്തായിരിക്കും? ആ എഗ്രീഡ് വാല്യൂവിനുള്ളിൽ തന്നെ ആയിരിക്കും. ക്ലിയർ? സോ വെദർ ലോസ് ഈസ് പാർഷ്യൽ ഓർ ടോട്ടൽ, ക്ലിയർ, വാല്യൂ ഇത്ര മാത്രമേ കിട്ടുള്ളൂ, പരമാവധി ഇത്ര മാത്രമേ കിട്ടുള്ളൂ. ഓക്കെ, ദെൻ ഓപ്പൺ ആൻഡ് അൺവാല്യൂഡ് പോളിസി. ഓപ്പൺ ഓർ അൺവാല്യൂഡ് ആണ് കേട്ടോ. ഓപ്പൺ പോളിസി അല്ലെങ്കിൽ അൺവാല്യൂഡ് പോളിസി. ഇതെന്താണ്? വാല്യൂഡ് പോളിസിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നതാണ്. ഇവിടെ നമ്മളൊരു വാല്യൂ മുൻകൂട്ടി നിശ്ചയിക്കുന്നില്ല, പകരം എന്ത് ചെയ്യുന്നു?
നഷ്ടം സംഭവിക്കുമ്പോൾ അല്ലേ എത്ര രൂപയാണ് അന്ന് ലോസ് അവിടെ അസസ്മെൻറ്റ് ചെയ്യുന്നത്. ഇഫ് ദ പോളിസി വാല്യൂ പോളിസി so in this policy the value of the subject matter insured is not determined clear before taking policy but പിന്നെ എന്ത് ചെയ്യുന്നു സബ്ജക്ട് ടു ദ ലിമിറ്റ് ഓഫ് ദ സം അഷ്യൂർഡ്. ഒരു സം അഷ്യൂർഡ് മുൻകൂട്ടി പോളിസി എടുക്കുമ്പോൾ തന്നെ പറയും അപ് ടു 1,000 crore rupees എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ 1000 കോടി രൂപ അങ്ങനെ ഒരു സം അഷ്യൂർഡ് മുൻകൂട്ടി നിശ്ചയിക്കുന്നു. പക്ഷെ നഷ്ടം എത്രയാണെന്ന് നമ്മൾ അവിടെ കണ്ടുപിടിക്കുന്നു. പിന്നെ എന്ത് ചെയ്യുന്നു, ഇറ്റ് ലീവ്സ് ദ വാല്യൂ ഓഫ് ദ ലോസ് ടു ബി സബ്സിക്വൻ്റ്ലി അസർട്ടൈൻ അറ്റ് ദ ടൈം ഓഫ് ലോസ്. ലോസ് വരുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, വാല്യൂ അസസ് ചെയ്യും, എത്ര രൂപയുടെ നഷ്ടം സംഭവിച്ചു അല്ലേ. ഇപ്പോൾ ഒരു ഷിപ്പ് സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നഷ്ടപ്പെട്ടു, സിങ്ക് ചെയ്ത് പോയി അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ സമയത്ത് വാല്യൂ അതിൻ്റെ ലോസ് മനസ്സിലാക്കുന്നു, എത്ര രൂപ ലോസ് ചെയ്തിരിക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, 1000 കോടി രൂപയാണ് നമ്മൾ ആകെ ഇൻഷുർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ 1,000 crore rupees ആണെങ്കിൽ ആ 1,000 crore rupeesന് ക്ലിയർ അതിൻ്റെ പരിധി നിന്നുകൊണ്ട് ലോസ് ഇൻഡെമിനിഫൈ ചെയ്യും. ക്ലിയർ. അപ്പോൾ ഇതാണ് എന്താ പറയുന്നത് ഓപ്പൺ പോളിസി അല്ലെങ്കിൽ അൺവാല്യൂഡ് പോളിസി. അവിടെ എന്ത് ചെയ്യുന്നില്ല, സബ്ജക്ട് മാറ്ററിൻ്റെ വാല്യൂ അതിന് ലോസിന് വേണ്ടിയിട്ടുള്ള വാല്യൂ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ആ സമയത്ത് പോളിസി എടുക്കുമ്പോൾ നിശ്ചയിക്കുന്നില്ല. പകരം എന്ത് ചെയ്യുന്നു, ലോസ് സംഭവിക്കുന്ന സമയത്തോ പിന്നീടാണോ അത് ഡിറ്റർമിൻ ചെയ്യുക, ഡിസൈഡ് ചെയ്യുക, ക്ലിയർ, അല്ലെങ്കിൽ അസസ് ചെയ്യുക. That is why it is called open policy. The next one is floating policy. എന്താണ് ഈ ഫ്ലോട്ടിംഗ് പോളിസി എന്ന് പറയുന്നത്? സോ ദ പ്രാക്ടീസ് ഓഫ് ടേക്കിംഗ് ഔട്ട് ഫ്ലോട്ടിംഗ് പോളിസി ഹാസ് ബിക്കം ഇൻ വോയേജ് ബിക്കോസ് ഓഫ് ദി ഡിഫിക്കൽട്ടി ഓഫ് നോയിങ് ബൈ വിച്ച് the ship or ships the goods are to be shipped. Clear. So such a policy therefore only mentions the amount for which insurance is taken out and leaves the name of the ship and the other particulars to be defined in subsequently declaration. ഇപ്പോൾ മറൈൻ ഇൻഷുറൻസ് ഒക്കെ ആകുമ്പോൾ നമുക്ക് കുറേ കാർഗോ ഉണ്ടാകുന്നത് അല്ലേ. കാർഗോ ഇൻഷുറൻസ് നമ്മൾ കയറ്റി അയക്കാൻ വിചാരിക്കും, എക്സ്പോർട്ടറാണ് അല്ലേ. അപ്പോൾ നമുക്ക് നമ്മുടെ ഗുഡ്സിനെയാണ് ഇൻഷുറൻസ് ചെയ്യേണ്ടത്. ഏത് ഷിപ്പിൽ അയക്കണമെന്നല്ല, നമ്മുടെ ഗുഡ്സ് നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യണം, അതിൻ്റെ വാല്യൂ പ്രൊട്ടക്റ്റ് ചെയ്യണം. അങ്ങനെ എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, നമ്മൾ ഷിപ്പിൻ്റെ പേരോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കാണിക്കില്ല. പകരം എന്ത് ചെയ്യുന്നു, ഇത്രയും രൂപയുടെ കാർഗോ എന്ന് പറഞ്ഞിട്ടായിരിക്കും ഇൻഷുർ ചെയ്യുക. അങ്ങനെ വരുമ്പോൾ എന്താ, ഫ്ലോട്ടിംഗ് പോളിസിയാണ്. സോ ദിസ് പോളിസി വിൽ നോട്ട് സ്റ്റേ ദ നെയിം ഓഫ് ഷിപ്പ്. ക്ലിയർ. ഷിപ്പിംഗ് കമ്പനി എന്താണ്, നെയിം ഓഫ് ഷിപ്പ് എന്താണ് അല്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കാണിച്ചിട്ടുണ്ടാവില്ല. ബട്ട് സബ്ജക്ട് മാറ്ററിനെ കുറിച്ച് മാത്രമേ കാണിച്ചിട്ടുണ്ടാവുള്ളൂ. ഇങ്ങനെ എടുക്കുമ്പോൾ അതിനെന്ത് പറയുന്നു, ഫ്ലോട്ടിംഗ് പോളിസി എന്ന് പറയാം. ക്ലിയർ. അപ്പോൾ ഇതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മറൈൻ പോളിസീസ്. So next type of policy is called fire insurance. Clear. ഇപ്പോൾ ഫയർ ഇൻഷുറൻസ് പോളിസിയുടെ ഒരു പ്രത്യേകത എന്താ, നമ്മൾ അതിൻ്റെ പേര് അല്ലേ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാവും അല്ലേ. ഇത് ഫയർ മുഖേന വരുന്ന നഷ്ടത്തെ കവർ ചെയ്യുന്നതിന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള ഒരു പോളിസിയാണ്. ക്ലിയർ. അപ്പോൾ ഫയർ ഇൻഷുറൻസ് കോൺട്രാക്റ്റ് ഒരു ഇൻഡെംനിറ്റി കോൺട്രാക്റ്റ് ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. നഷ്ടം ഉണ്ടെങ്കിൽ മാത്രമേ നികത്തി കൊടുക്കുള്ളൂ അല്ലേ. അതുപോലെ തന്നെ ഡാമേജ് എത്രയാണോ അതിൻ്റെ എക്സ്റ്റെൻറ്റ് മനസ്സിലാക്കിയിട്ടായിരിക്കും കൊടുക്കുക. അപ്പോൾ എന്തിനൊക്കെയാണ് ഫയർ നമ്മൾ നഷ്ടം നികത്തി കൊടുക്കുക, പ്രോപ്പർട്ടിക്കാണെങ്കിൽ പ്രോപ്പർട്ടി, ഗുഡ്സ് ആണെങ്കിൽ ഗുഡ്സ്. ക്ലിയർ. അതുപോലെ തന്നെ എക്യുപ്മെൻറ്റ്സ് ആണെങ്കിൽ എക്യുപ്മെൻറ്റ്സ്. ഇങ്ങനെ ഫയർ മുഖേന എന്തൊക്കെയാണോ നഷ്ടപ്പെട്ടിരിക്കുന്നത്, നശിച്ചിരിക്കുന്നത്, അതിൻ്റെ ലോസ് എന്താണോ ക്ലിയർ അതായിരിക്കും ചെയ്യുക. അപ്പോൾ ഇവിടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത്, കോസ് എന്ന് പറയുന്നത് അല്ലേ എന്തായിരിക്കണം, ഫയർ ആയിരിക്കണം. അപ്പം അങ്ങനെയെങ്കിൽ മാത്രമേ ഇതിൻ്റെ എന്ത് കിട്ടുള്ളൂ, പോളിസിയുടെ കവറേജ് കിട്ടുള്ളൂ അല്ലെങ്കിൽ ഇൻഷുറൻസ് കിട്ടുള്ളൂ. ക്ലിയർ. ഇപ്പോൾ പ്രോക്സിമിറ്റി, കോസ് ഓഫ് പ്രോക്സിമൊക്കെ നമ്മൾ നോക്കിയിരുന്നു. അപ്പോൾ അത് ഫയർ മുഖേന നഷ്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇത് കിട്ടുള്ളൂ. ദെൻ ദി കോൺട്രാക്ട് സ്പെസിഫൈസ് ദി മാക്സിമം എമൗണ്ട് ദെൻ എഗ്രീഡ് ടു ബി ബൈ ദി പാർട്ടീസ് അറ്റ് ദ ടൈം ഓഫ് ദി കോൺട്രാക്ട് വിച്ച് the insured can claim in the case of a loss. അല്ലേ, ഇൻഷുറൻസ് പോളിസി എടുക്കുന്ന സമയത്ത് തന്നെ എത്ര രൂപയുടെ ആണ് അതിൻ്റെ സബ്ജക്ട് മാറ്റർ ഉള്ളത്, അതിൻ്റെ വാല്യൂ എന്താണ്, ക്ലിയർ, എത്ര രൂപയ്ക്കാണ് നമ്മൾ ഇൻഷുറൻസ് ചെയ്യുന്നത്, ക്ലിയർ, അതിൻ്റെ പ്രീമിയം എത്രയാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ അടച്ചിരിക്കും. അങ്ങനെ ആ പരിധി നിന്നുകൊണ്ട് മാത്രമേ എന്തുള്ളൂ, കോമ്പൻസേഷൻ കിട്ടുള്ളൂ. ഓക്കെ. സോ ദി എമൗണ്ട് ഈസ് നോട്ട് ഹൗവർ മെഷർ ഓഫ് ദ ലോസ്. ഇവിടെ കൊടുത്തിരിക്കുന്ന എമൗണ്ട് ലോസിൻ്റെ മെഷർമെൻ്റ് അല്ല, പകരം എന്താ, സബ്ജക്ട് മാറ്ററിൻ്റെ, ഇപ്പോൾ ഗുഡ്സ് ആണെങ്കിൽ ഗുഡ്സ്, പ്രോപ്പർട്ടി ആണെങ്കിൽ പ്രോപ്പർട്ടിയുടെ വാല്യൂ ആണ് നമ്മൾ കാണിക്കുന്നത്. ക്ലിയർ. അല്ലെങ്കിൽ നമ്മൾ ഇൻഷുർ ചെയ്യുന്ന സം അഷ്യൂർഡ് പറയുന്നത് എത്ര രൂപ വരെയെന്ന്. ഒരിക്കലും അതെന്തല്ല ലോസ് ആയിരിക്കണം എന്നായിരിക്കില്ല. ലോസ് വരുമ്പോഴേ അത് ഡിറ്റർമിൻ ചെയ്യുള്ളൂ. അറ്റ് ദ ടൈം ഓഫ് ഹാപ്പനിങ് ലോസ് വി വിൽ അസസ് ദ ലോസ്, എക്സ്റ്റെൻറ്റ് ഓഫ് ലോസ്, വാല്യൂ ഓഫ് ലോസ്. ക്ലിയർ. സോ ലോസ് ക്യാൻ ബി അസർടൈൻ ഓൺലി ആഫ്റ്റർ ദി ഹാപ്പനിങ് ഓഫ് ദി ഫയർ. ക്ലിയർ. അങ്ങനെ ഒരു ഫയർ ഇൻസിഡൻറ്റ് വരുമ്പോൾ മാത്രമേ അത് ചെയ്യുള്ളൂ, അപ്പോഴേ അത് അസസ്മെൻറ്റ് ചെയ്യുള്ളൂ. സോ ഇൻഷുറൻസ് ലയബിലിറ്റീസ് ടു മേക്ക് good of the actual amount of the loss not exceeding the maximum amount fixed under the clear policy. Policy പറഞ്ഞതിന്
പറഞ്ഞിരിക്കുന്ന സം അഷ്യൂർഡ് അല്ലേ, അല്ലെങ്കിൽ പോളിസി പറഞ്ഞിരിക്കുന്ന ഒരു എമൗണ്ട് ഉണ്ടാവും. ആ പോളിസി എമൗണ്ടിൻ്റെ പരിധി നിന്നുകൊണ്ട് നഷ്ടം നികത്തി കൊടുക്കാൻ മാത്രമേ ഇൻഷുറൻസ് കമ്പനിക്ക് ലയബിലിറ്റി വരുന്നുള്ളൂ. ഫയർ ഇൻഷുറൻസ് ഈസ് എ ഫോം ഓഫ് പ്രോപ്പർട്ടി ഇൻഷുറൻസ്. ഇതൊരു പ്രോപ്പർട്ടി ഇൻഷുറൻസിൻ്റെ ഒരു ഫോം കൂടെയാണ്. വിച്ച് പ്രൊട്ടക്ട്സ് പീപ്പിൾ ഫ്രം the cost incurred by fires. Clear? Then when a structure is covered by the fire insurance, then insurance policy will pay out in the event of that structure is damaged by or destroyed by fire. അല്ലേ, ഫയർ ഇൻഷുറൻസ് എടുത്തു, ഒരു പ്രോപ്പർട്ടിക്ക് വേണ്ടിയിട്ടാണ്, ബിൽഡിങ്ങിന് വേണ്ടിയിട്ടാണ് എടുത്തിരിക്കുന്ന, സ്ട്രക്ചറിന് വേണ്ടിയിട്ടാണ്. ഫയർ സംഭവിച്ചിട്ട് അത് നഷ്ടപ്പെടുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ കോമ്പൻസേഷൻ കൊടുക്കുക. അതല്ലാത്ത റീസൺസിന് ബിൽഡിംഗ് നഷ്ടപ്പെടുമ്പോൾ എന്ത് ചെയ്യില്ല, ഫയർ ഇൻഷുറൻസിൻ്റെ കോമ്പൻസേഷൻ കൊടുക്കാറില്ല. സോ സം സ്റ്റാൻഡേർഡ് പ്രോപ്പർട്ടി ഇൻഷുറൻസ് പോളിസീസ് ഇൻക്ലൂഡ് ഫയർ ഇൻഷുറൻസസ് in their coverage, while in other cases fire insurance may need to be purchased separately. Clear? ചില സമയത്ത് നമ്മളൊരു സ്റ്റാൻഡേർഡ് പോളിസി പ്രോപ്പർട്ടി ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് തന്നെ അതിൽ ഫയർ ഇൻഷുറൻസ് കൂടെ ഉണ്ടാവും. ഒരു ബിൽഡിംഗ് ഇൻഷുറൻസ് ചെയ്യുമ്പോൾ അതിൽ ഫയർ ഇൻഷുറൻസ് കൂടെ ഉണ്ടാവും. അതല്ലാത്ത കേസ് നമ്മൾ എന്ത് ചെയ്യണം, ഫയർ ഇൻഷുറൻസ് സെപ്പറേറ്റ് ആയിട്ട് എടുക്കണം. ക്ലിയർ? ദെൻ പ്രോപ്പർട്ടി ഓണേഴ്സ് ഷുഡ് ചെക്ക് വെദർ their insurance policy or companies, clear, allow them to cover up, clear, the risk. ഈ ഫയറിനുമായി ബന്ധപ്പെട്ടുള്ള റിസ്ക് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണോ പ്രോപ്പർട്ടി ഇൻഷുറൻസിൽ കൊടുത്തിരിക്കുന്നത്, അതല്ല മറ്റുള്ള തരത്തിലുള്ള റിസ്കിനാണോ, ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോളിസീസ് എടുക്കാൻ. And if the fire insurance is not included, it should be purchased separately. ഒരു പ്രോപ്പർട്ടി ഇൻഷുറൻസ് ചെയ്യുമ്പോൾ അങ്ങനെ ഫയർ ഇൻഷുറൻസ് സ്പെസിഫിക് ആയിട്ട് അതിൽ പറഞ്ഞിട്ടില്ല എങ്കിൽ, മെൻഷൻ ചെയ്തിട്ടില്ല എങ്കിൽ, ലിസ്റ്റ് ചെയ്തിട്ടില്ല എങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഫയർ ഇൻഷുറൻസ് പോളിസി എടുക്കേണ്ടതായിട്ട് വരും, ഫയറിനെ കവർ ചെയ്യുന്നതിന് വേണ്ടി. അങ്ങനെയുള്ള കേസിൽ തന്നെ സെപ്പറേറ്റ് ഫയർ ഇൻഷുറൻസ് പോളിസി എന്ന് പറയും. മിക്കവാറും പ്രോപ്പർട്ടിയുടെ കേസിൽ സാധാരണ ഒരു സ്റ്റാൻഡേർഡ് പ്രൊസീജിയറിൻ്റെ ഭാഗമായി, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറിൻ്റെ ഭാഗമായി, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഗൈഡ് ലൈൻസിൻ്റെ ഭാഗമായി പ്രോപ്പർട്ടി ഇൻഷുറൻസ് എടുക്കുമ്പോൾ ഫയർ ഇൻഷുറൻസോടെ കൊടുക്കുന്നതാണ് നോർമലി കണ്ടുവരാറുള്ളത്. ഓക്കെ, ദെൻ ഡിപ്പെൻഡിങ് ഓൺ ദി ടേംസ് ഓഫ് ദി പോളിസി, ഫയർ ഇൻഷുറൻസ് മേ pay out the actual value of the property after the fire. അപ്പോൾ എത്രയാണോ നഷ്ടം വന്നിരിക്കുന്നത് അതിനനുസരിച്ചാണ് നികത്തി കൊടുക്കുക. ഫയറിൻ്റെ സംഭവിക്കുന്നതിനനുസരിച്ച് എക്സ്റ്റെൻറ്റ് ഓഫ് ലോസ് മെഷർ ചെയ്തിട്ട് പോളിസിയിൽ പറഞ്ഞിരിക്കുന്ന വാല്യൂവിനനുസരിച്ച് റീപ്ലേസ്മെൻറ്റ് വാല്യൂ അല്ലെങ്കിൽ അതിൻ്റെ മുഴുവൻ വാല്യൂ എന്ത് ചെയ്യുന്നു, കൊടുക്കുന്നു. സോ ഇൻ ദി റീപ്ലേസ്മെൻറ്റ് വാല്യൂ policy, the structure will be replaced in the event of the fire. അല്ലേ, റീപ്ലേസ്മെൻറ്റ് വാല്യൂ പോളിസി ആണെങ്കിൽ സ്ട്രക്ചർ ഫയർ മുഖേന നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ മുഴുവൻ എന്ത് ചെയ്യും, ചിലപ്പോൾ ജനലും വാതിലും ഒക്കെ കത്തിപ്പോയിട്ടുണ്ടാവും, അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യും, റീപ്ലേസ് ചെയ്ത് കൊടുക്കും. ക്ലിയർ? സോ വെയർ ഇറ്റ് ഹാസ് ഡിപ്രീഷിയേറ്റഡ് ഓർ അപ്രീഷിയേറ്റഡ്, ക്ലിയർ, അതൊന്നും നോക്കാതെ ഡിപ്രീഷിയേറ്റ് ചെയ്തോ അപ്രീഷിയേറ്റ് ചെയ്തോ നോക്കാതെ എന്ത് ചെയ്യുന്നു, അതിനെ മാറ്റി കൊടുക്കുക, റീപ്ലേസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. ക്ലിയർ? സോ ഇൻ അതർ വേർഡ്സ്, ഇഫ് ഹോം ഓണേഴ്സ് പർച്ചേസസ് എ ഹോം and value in home and the value increases as with the coverage limits with which need to be adjusted as property value rises and falls. Clear? അപ്പോൾ ഇതിൻ്റെ പോളിസിയുടെ എമൗണ്ടും ഇതിൻ്റെ പ്രോപ്പർട്ടിയുടെ വാല്യൂവിനനുസരിച്ച് കൂടും. ക്ലിയർ? അതുപോലെ തന്നെ കവറേജിനനുസരിച്ച്, കവറേജിൻ്റെ ലിമിറ്റിനനുസരിച്ചും ഇതിൻ്റെ ഇൻഷുറൻസിൻ്റെ പ്രീമിയത്തിൻ്റെ എമൗണ്ട് വ്യത്യാസം വരാം. അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, സോ ഇൻ ഫയർ ഇൻഷുറൻസ് there is a provision against the loss caused by fire, lightning and the removal of property from premises endangered by fire. അതുപോലെ തന്നെ ഫയർ ഇൻഷുറൻസിൽ ചിലപ്പോൾ എന്തൊക്കെ ഉൾപ്പെടാറുണ്ട്, ഫയർ മുഖേനയും ലൈറ്റനിങ്ങിൻ്റെ ഫലമായിട്ട് ഫയർ സംഭവിക്കുക, അല്ലേ, ഇടിമിന്നലൊക്കെ വരുന്ന സമയത്ത് ഫയർ സംഭവിക്കുക, അതിൻ്റെ ഫലമായിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഫയർ വരുന്ന സമയത്ത് നമ്മൾ ഗുഡ്സ് സേവ് ചെയ്യാൻ വേണ്ടി, മിറ്റിഗേഷൻ ഓഫ് ലോസിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഗുഡ്സിന് സേവ് ചെയ്യുന്നതിന് വേണ്ടി കുറച്ച് ആൾക്കാരെ നിയോഗിക്കുക, അവർക്ക് വേസ് കൊടുക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഗുഡ്സ് മറ്റുള്ള കാര്യങ്ങളൊക്കെ മാറ്റും, മെഷീനറി എക്യുപ്മെൻറ്റ്സ് ഒക്കെ മാറ്റാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിന് എത്രയാണോ ചാർജ് വരുന്നത് അതുകൂടെ ഇതിൻ്റെ ഇതിൽ കവർ ചെയ്യുന്ന തരത്തിലായിരിക്കും ഈ പോളിസിയൊക്കെ ഡിസൈൻ ചെയ്തിട്ടുണ്ടാവുക ഇൻ മോസ്റ്റ് കേസസ്. ക്ലിയർ? സോ ഇൻഷുറൻസ് എഗ്രീസ് ഫോർ എ ഫീ to reimburse the insured in the event of such occurrences. അങ്ങനെ വരുന്ന സമയത്ത് ക്ലിയർ, ഫയർ ഇൻഷുറൻസ്, നോർമൽ ഫയർ ഇൻഷുറൻസിൽ തന്നെ അത് ഇങ്ങനെയൊരു പോളിസി ഇല്ലെങ്കിൽ, ഇങ്ങനെ ഒരു കവറേജ് ഇല്ലെങ്കിൽ പോലും ചെറിയൊരു എമൗണ്ട് കൂടെ എക്സ്ട്രാ കൊടുക്കുകയാണെങ്കിൽ ഈ കവറേജ് കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ ഉൾപ്പെടുത്താൻ പറ്റും. ക്ലിയർ? സോ സ്റ്റാൻഡേർഡ് പോളിസി ലിമിറ്റ്സ് കവറേജ് ടു ദി
replacement cost of the property destroyed less the depreciation allowance. സാധാരണ ഒരു സ്റ്റാൻഡേർഡ് ഫയർ ഇൻഷുറൻസ് പോളിസി പ്രോപ്പർട്ടി ഇൻഷുറൻസ് എടുക്കുമ്പോൾ അതിലൊരു ഫയർ ഇൻഷുറൻസ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുന്നു, അതിൽ ഡിപ്രീസിയേഷൻ അലവൻസസ് കുറച്ചിട്ടുള്ള എമൗണ്ട് മാത്രമേ കിട്ടുള്ളൂ. ക്ലിയർ? അതല്ലെങ്കിൽ റീപ്ലേസ്മെന്റ്, ഫുൾ റീപ്ലേസ്മെന്റിന് വേണ്ടിയിട്ടുള്ള പ്രൊവിഷൻ അതിൽ കാണിച്ചിരിക്കണം. അപ്പോൾ അതിന് പ്രീമിയം കുറച്ച് കൂടുതലായിട്ട് കൊടുക്കണം. സോ ഇൻഡയറക്റ്റ് ലോസ് such as that is resulting from the interruptions of business are excluded but may be covered under the separate contract. അപ്പോൾ ഇത് നമ്മൾ ലോസ് ഓഫ് പ്രോഫിറ്റ് പോളിസി എന്നൊക്കെ പറയും. ഇപ്പോൾ ബിസിനസ് ഒക്കെ ആണെങ്കിൽ ഒരു ഫയർ സംഭവിച്ചു കഴിഞ്ഞാൽ നിശ്ചിത ഒരാഴ്ചയോ 1 മാസമോ 2 മാസം വരെ അതിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫാക്ടറി പ്രവർത്തിക്കാൻ പറ്റില്ല. അപ്പോൾ അതുവരെ നമുക്ക് എന്ത് ചെയ്യുന്നു, ബിസിനസ് നഷ്ടപ്പെടുന്നു, പ്രോഫിറ്റ് നഷ്ടപ്പെടുന്നു. ഇപ്പോൾ ലോസ് ഓഫ് ബിസിനസ്, ലോസ് ഓഫ് പ്രോഫിറ്റ്, ഇതിനൊക്കെ വേണ്ടി നമുക്ക് പോളിസിയിൽ എന്ത് ചെയ്യാം, കവറപ്പ് ചെയ്യാം. അപ്പോൾ അതിന് സെപ്പറേറ്റ് പോളിസി, ഒരു ആഡ് ഓൺ പോളിസീസ് ആയിട്ട് ഇതൊക്കെ എടുക്കാൻ പറ്റും. ക്ലിയർ? ഒരു പ്രോപ്പർട്ടി ഇൻഷുറൻസ് എടുക്കുമ്പോൾ, ഫയർ ഇൻഷുറൻസ് എടുക്കുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള ആഡ് ഓൺ കൂടെ നമുക്ക് എന്ത് ചെയ്യാം, അതിലോട് ഉൾപ്പെടുത്താം. അപ്പോൾ കുറച്ചുകൂടെ എന്ത് കിട്ടും, എക്സ്റ്റൻഡഡ് കവറേജ് കിട്ടും. So insurance rates are influenced on the quality of the fire protection. നമുക്ക് എന്തൊക്കെ കവറേജ് തരുന്നു അതിനനുസരിച്ചിട്ടായിരിക്കും പ്രീമിയം വരിക. കൂടുതൽ പ്രൊട്ടക്ഷൻ കിട്ടുന്നവരും അതിൻ്റെ പ്രീമിയത്തിൻ്റെ എമൗണ്ടും കൂടും. ക്ലിയർ? ബേസിക് ആയിട്ടുള്ള ഇൻഷുറൻസ് എടുക്കുന്നുള്ളെങ്കിൽ അതിനനുസരിച്ചുള്ള എമൗണ്ട് മാത്രമായിരിക്കും പ്രീമിയം ആയിട്ട് വരിക. ഓക്കെ. Then certain kind of property such as accounting records, currency deeds, അതുപോലെ തന്നെ സെക്യൂരിറ്റീസ് ഫ്രീക്വൻലി എക്സ്ക്ലൂഡഡ് ഫ്രം ദി ഫയർ ഇൻഷുറൻസ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുകയാണ് സാധാരണ ചെയ്യുക. ഇനി നമ്മൾ അതിൽ ഉൾപ്പെടുത്തിയിട്ട് ചെയ്യുമ്പോൾ അതിന് എക്സ്ട്രാ റിസ്ക് ഉള്ളതുകൊണ്ട് എക്സ്ട്രാ പ്രീമിയം ഇൻഷുറൻസ് കമ്പനി വാങ്ങിക്കും. ക്ലിയർ? നോർമലി എന്ത് ചെയ്യുന്നു, കറൻസിയോ അതുപോലെ തന്നെ ഡീഡുകളോ സെക്യൂരിറ്റികളോ ഇതൊക്കെ ഇതൊന്നും ഒഴിവാക്കിയിട്ടായിരിക്കും. അതിൻ്റെ ഉള്ള ലോസ് ഒന്നും അവർ തരില്ല. ക്ലിയർ? പ്രോപ്പർട്ടിയോ ബിൽഡിങ്ങോ സ്റ്റോക്കോ, ക്ലിയർ, അങ്ങനെയുള്ള അല്ലെങ്കിൽ വെഹിക്കിൾസോ ഒക്കെ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ഉള്ളൂ, അതിനനുസരിച്ചിട്ടുള്ള നമുക്ക് കോമ്പൻസേഷൻ കിട്ടുള്ളൂ. സോ ലോസ് ഫ്രം സച്ച് കോസസ് ആസ് വാർ, ഇൻവേഷൻ, റെവല്യൂഷൻ, തെഫ്റ്റ്, നെഗ്ലിജൻറ്റ്, ഇങ്ങനെയുള്ളതിനും ചിലപ്പോൾ ഇതിന് എന്ത് ചെയ്യും, ഒഴിവാക്കിയിട്ടുണ്ടാവും. ക്ലിയർ? അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം, സെപ്പറേറ്റ് പോളിസി എടുക്കേണ്ടി വരും. സോ കവറേജ് ഈസ് സസ്പെൻഡഡ് ഇഫ് ദി ഇൻഷുർഡ് ഡസ് anything that increases the hazard or the property is vacant beyond a specified period. Clear? അതുപോലെ തന്നെ ഹസാർഡസ് ആയിട്ടുള്ള രീതിയിലുള്ള ഏതെങ്കിലും ആക്ടിവിറ്റി, ഫയറിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ആക്ടിവിറ്റി ഇൻഷുർഡ് ചെയ്തു എന്ന് അറിയുകയാണെങ്കിൽ ഇൻഷുറൻസ് കമ്പനിക്ക് ഇന്ന് സ്കിപ്പ് ചെയ്യാൻ പറ്റും. കാരണം എന്താ, അവരുടെ നെഗ്ലിജൻസിൻ്റെ ഫലമായിട്ടാണ് എന്ത് ചെയ്യുന്ന ഫയർ വരുന്നത്. അതുകൊണ്ട് അതിൻ്റെ ലോസ് ഇൻഷുറൻസ് കമ്പനി ഏറ്റെടുക്കില്ല. ഓക്കെ. അതുപോലെ തന്നെ ഇൻഷുറൻസിൻ്റെ പ്രോപ്പർട്ടി അലക്ഷ്യമായിട്ട് വെച്ചു, എന്നിട്ട് അത് നഷ്ടം സംഭവിച്ചു, അപ്പോഴും കവറേജ് കൊടുക്കില്ല. ഓക്കെ. അല്ലെങ്കിൽ അങ്ങനെയുള്ള എമൗണ്ട് കൊടുക്കാറില്ല. ദെൻ ദ പോളിസി മേ ബി ക്യാൻസൽഡ് ബൈ എയ്തർ ദ പാർട്ടി ഫോർ എനി റീസൺ, ബട്ട് the insurer must give the insured prior notice of cancellation. ക്ലിയർ? പോളിസീസിന് നമുക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ 2 പാർട്ടീസിന് വേണമെങ്കിലും ക്യാൻസൽ ചെയ്യാം. ക്ലിയർ? പക്ഷേ ക്യാൻസൽ ചെയ്യുമ്പോൾ ഒരു കാര്യം, ഇൻഷുറൻസ് പോളിസി എടുത്ത ശേഷം 1 വർഷത്തേക്കാണ് എടുക്കുക. അതിനുശേഷം ഇൻഷുറൻസ് പോളിസി ഇങ്ങനെ ക്യാൻസൽ ചെയ്തു എന്ന് പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ അടച്ച പ്രീമിയം കിട്ടില്ല. അത് നമുക്ക് ടെർമിനേറ്റ് ചെയ്യാനേ പറ്റുള്ളൂ. പക്ഷേ ഇൻഷുറൻസ് കമ്പനി ഇൻഷുറൻസ് പോളിസി നൽകിയ ശേഷം അത് ക്യാൻസൽ ചെയ്തു എന്ന് പറഞ്ഞിട്ട് പറയുകയാണെങ്കിൽ വെറുതെ പറഞ്ഞാൽ പോരാ, എന്ത് ചെയ്യണം, റിട്ടേൺ ആയിട്ടുള്ള നോട്ടീസ് കൊടുക്കണം. ആ റിട്ടേൺ നോട്ടീസിൽ എന്തുകൊണ്ടാണ് അത് ക്യാൻസൽ ചെയ്യുന്നത്, നിങ്ങൾ നെഗ്ലിജൻ്റ് ആയിട്ട് പെരുമാറി, അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളുടെ ലയബിലിറ്റിന് ഒഴിവാകുന്നു എന്ന് പറഞ്ഞിട്ട് ക്യാൻസൽ ചെയ്യാനോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, അതിൽ കാണിച്ചിരിക്കണം. റീസൺ ഫോർ ക്യാൻസലേഷൻ ഷാൽ ബി ഷോ. So the policy may specify in addition that the insurance may replace or rebuild the damaged property rather than make a cash settlement. അതുപോലെ തന്നെ പോളിസി തന്നെ നമുക്ക് പറയാം അല്ലേ, അതിൽ വ്യക്തമായി സ്റ്റേറ്റ് ചെയ്തിരിക്കണം, ക്യാഷ് ആയിട്ടാണോ കൊടുക്കുക, അതോ റീപ്ലേസ്മെൻ്റ് ആയിട്ടാണോ കൊടുക്കുക, ഫുൾ റീപ്ലേസ്മെൻ്റ് ആണോ കൊടുക്കുക, ഡിപ്രീഷിയേറ്റഡ് ആയിട്ടുള്ള റീപ്ലേസ്മെൻ്റ് ആണോ ചെയ്യുക. അപ്പോൾ ഈ രീതിയിൽ എന്താണ് അവിടെ ചെയ്യണമെന്ന് വ്യക്തമായി സ്റ്റേറ്റ് ചെയ്തിരിക്കണം. ഓക്കെ. സോ ദിസ് ഈസ് വാട്ട് ഫയർ ഇൻഷുറൻസ്. ക്ലിയർ? അപ്പോൾ പ്രധാനമായിട്ട് നമുക്ക് വരുന്ന ഇൻഷുറൻസിൻ്റെ ജനറൽ ഇൻഷുറൻസിൻ്റെ കേസിൽ എന്തൊക്കെയാണ് വരിക, ലൈഫ് ഇൻഷുറൻസ് നമ്മൾ നോക്കി. ക്ലിയർ? ദെൻ മറൈൻ ഇൻഷുറൻസ് നോക്കി, ഫയർ ഇൻഷുറൻസ് നോക്കി. ക്ലിയർ? ദെൻ വൺ മോർ ഇൻഷുറൻസ് ഈസ് കോൾഡ് മെഡിക്കൽ ഇൻഷുറൻസ്. അല്ലേ? മെഡിക്കൽ ഇൻഷുറൻസിൻ്റെ കേസ് നമുക്കറിയാം അല്ലേ, എന്താണത്, മെഡിക്കൽ പർപ്പസിന് വേണ്ടി, ഹെൽത്തിന് വേണ്ടി നമ്മൾ ഇൻഷുറൻസ് ചെയ്യുമ്പോൾ എന്ന് പറയുന്ന പേരാണ് ഹെൽത്ത് ഇൻഷുറൻസ് അല്ലെങ്കിൽ മെഡിക്കൽ ഇൻഷുറൻസ്. ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ക്ലിയർ? ഏതെങ്കിലും രോഗങ്ങൾ വരികയാണെങ്കിൽ അങ്ങനെയുള്ള രോഗങ്ങൾക്ക് ചികിത്സയ്ക്ക് വേണ്ടി വരുന്ന
എമൗണ്ട്, വലിയൊരു എമൗണ്ട് ആയിരിക്കും. അതിനെ കവറപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി അല്ലെങ്കിൽ മെഡിക്കൽ ഇൻഷുറൻസ് പോളിസികളൊക്കെ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ പോളിസി നമുക്ക് എങ്ങനെയൊക്കെ എടുക്കാൻ പറ്റും? അപ്പോൾ അതിന് വേണ്ടി എന്ത് ചെയ്യുന്നു, പലതരത്തിലുള്ള പോളിസികളും മെഡിക്ലെയിം പോളിസികൾ, മെഡിക്കൽ ഇൻഷുറൻസ് പോളിസികൾ, ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികൾ അവൈലബിൾ ആണ് അല്ലേ. ഇപ്പോൾ റീസെൻ്റ്ലി നിങ്ങൾക്ക് അറിയാം, കോവിഡ് വന്നപ്പോൾ കോവിഡിന് എതിരായിട്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി വരുന്ന ചിലവുകൾക്ക് വേണ്ടിയിട്ട് ഇൻഷുറൻസ് പോളിസി ഇപ്പോൾ ഉണ്ട്. കോവിഡ് റിലേറ്റഡ് ആയുള്ള കോവിഡ് ഡിസീസിന് വേണ്ടിയിട്ടുള്ള ഇൻഷുറൻസ് പോളിസി ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഹെൽത്ത് ട്രീറ്റ്മെൻറ്റിന് വേണ്ടി, അതുപോലെ തന്നെ മറ്റുള്ള തരത്തിലുള്ള രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അല്ലേ, ഇപ്പോൾ കാർഡിയാക് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉള്ള ആളുകൾക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള സർജറിയോ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടോ അല്ലേ, അല്ലെങ്കിൽ മറ്റുള്ള തരത്തിലുള്ള രോഗങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റിനോ മെഡിക്കൽ കെയറിന് വേണ്ടിയിട്ടോ ഓക്കെ, ഇതിനെല്ലാം കവർ ചെയ്യുന്ന തരത്തിലുള്ള പോളിസികൾ നമുക്ക് അവൈലബിൾ ആണ്. സോ മെഡിക്കൽ ഇൻഷുറൻസ് ഈസ് എ കോൺട്രാക്ട് ബിറ്റ്വീൻ പ്രപ്പോസർ ആൻഡ് ഇൻഷുറൻസ് കമ്പനി ദാറ്റ് mentions the insurance company will pay a portion of the medical expenses if the insured is a sick or injured or in need of a medical aid or care. Okay, സോ അവരെന്ത് ചെയ്യുന്നു, ഇതിന് വേണ്ടി ചില ഹോസ്പിറ്റൽസിനൊക്കെ എംപവർ ചെയ്തിട്ടുണ്ടാകും. അങ്ങനെയുള്ള ഹോസ്പിറ്റൽസിൽ പോയിട്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടും. ക്ലിയർ? അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് ഫ്രീ ട്രീറ്റ്മെൻറ്റ് നമുക്ക് എടുക്കാൻ പറ്റും. നമ്മൾ ഇതിൻ്റെ കാർഡ്, ഇൻഷുറൻസ് പോളിസിൻ്റെ ഡീറ്റെയിൽസ് മാത്രം കൊടുത്താൽ മതി. ചില കേസിൽ ഇൻഷുറൻസ് കമ്പനി എന്ത് ചെയ്യുന്നു, ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ ശേഷം അതിൻ്റെ ബില്ലുകളെല്ലാം മുഴുവൻ നമ്മൾ കൊടുത്ത് ഇൻഷുറൻസ് കമ്പനിക്ക് ക്ലെയിം ഫോം കൊടുത്താലേ എന്ത് ചെയ്യുള്ളൂ, സെറ്റിൽമെൻറ്റ് ചെയ്തു. ക്ലിയർ? അപ്പോൾ അങ്ങനെ ഹോസ്പിറ്റൽസ്, ഇൻഷുറൻസ് കമ്പനികൾ തന്നെ ഹോസ്പിറ്റൽസിനെ ഐഡൻറ്റിഫൈ ചെയ്ത് ഫ്രീ ട്രീറ്റ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ചില കേസിൽ എന്ത് ചെയ്യുന്നു, നമ്മൾ ഇൻഡിവിജ്വൽസ് ട്രീറ്റ്മെൻറ്റ് ചെയ്യണം, എന്നിട്ട് ബില്ലുകളും അടച്ച ശേഷം ബില്ലുകളുടെ പേയ്മെൻറ്റ് എന്ത് ചെയ്യണോ, ഇൻഷുറൻസ് കമ്പനിക്ക് അയച്ചു കൊടുത്ത് റീഇംബേഴ്സ്മെൻറ്റ് വാങ്ങിക്കും. അങ്ങനെയുള്ള സ്കീംസും ഉണ്ട്. സോ ഇൻഷുർഡ് ഈസ് റിക്വയർഡ് ടു പേ ദ ഇൻഷുറൻസ് കമ്പനി എ പ്രീമിയം ഇൻ ഈച്ച് മന്ത്. ക്ലിയർ? ചിലപ്പോൾ മന്ത് ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ ലംസം ആയിട്ടായിരിക്കും കൊടുക്കുക. Some contracts specify that insurance company will pay a portion of the insured medical expenses to make sure that the proposer don't get sick. Clear? സിക്നെസ് വരാത്ത തരത്തിൽ പ്രിവെൻറ്റീവ് മെഷേഴ്സ് എടുക്കുന്നതിന് വേണ്ടിയുള്ള കുറച്ച് എമൗണ്ട് കൊടുക്കാറുണ്ട്. ക്ലിയർ? അപ്പോൾ ആ രീതിയിൽ എന്ത് ചെയ്യുന്നു, അവർക്ക് പ്രിവെൻറ്റീവ് മെഷേഴ്സ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ഐറ്റംസോ എക്യുപ്മെൻറ്റ്സോ അല്ലെങ്കിൽ അതിനുള്ള ചെക്കിംഗ് മെഷേഴ്സോ ക്ലിയർ, അതൊക്കെ വാങ്ങിക്കാനോ ഉപയോഗിക്കാനോ അതിനുള്ള ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു എമൗണ്ട് ആയിട്ടാണ് കൊടുക്കുന്നത്. such as paying annual physical examination fees. ഇപ്പോൾ നമ്മളൊരു ഡോക്ടറെ കാണിക്കുന്നതിന് വേണ്ടി നമുക്ക് ഫിസിഷ്യന് പൈസ കൊടുക്കേണ്ടി വരും അല്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മെഡിക്കൽ ചെക്കപ്പ് ഫീ. ക്ലിയർ? അതുപോലെ തന്നെ വെൽനസ് വിസിറ്റ്സ് അല്ലേ, നമ്മുടെ ആരോഗ്യത്തിനെ കുറിച്ചൊക്കെ നോക്കുന്നതിന് വേണ്ടി വെൽനസ് വിസിറ്റ് നമുക്ക് ഹോസ്പിറ്റലിൽ ചെയ്യാൻ വേണ്ടി, ഇമ്മ്യൂണൈസേഷന് വേണ്ടി, ഇങ്ങനെയുള്ള എക്സ്പെൻസസ് കൂടെ മീറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. ക്ലിയർ? സോ ദ എമൗണ്ട് ഓഫ് ദി ഇൻഷുറൻസ് കമ്പനി വിൽ പേ ആൻഡ് ദി അണ്ടർ വാട്ട് സർക്കംസ്റ്റാൻസസ് വിൽ പേ ഈസ് നോൺ ആസ് ദ കവറേജ്. ഇതിനാണ് നമ്മൾ പോളിസി കവറേജ് എന്ന് പറയുക. എത്ര എമൗണ്ട് കൊടുക്കുന്നു, ഏത് സാഹചര്യത്തിൽ കൊടുക്കുന്നു, ഏത് രീതിയിൽ കൊടുക്കുന്നു, ഇതൊക്കെ കവറേജിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും. ക്ലിയർ? അത് ഓരോ പോളിസി ടു പോളിസി ഡിഫറെൻ്റ് ആയിരിക്കും. ക്ലിയർ? ചിലർ കുറേയധികം ഡിസീസുകളെ കവർ ചെയ്യുന്ന തരത്തിൽ അല്ലേ, ഇപ്പോൾ നമ്മൾ നേരത്തെ സോഷ്യൽ സെക്യൂരിറ്റി മെഷേഴ്സിൻ്റെ ഭാഗമായി പറഞ്ഞു അല്ലേ, ആയുഷ്മാൻ ഭാരത് സ്കീം അല്ലേ, സെൻട്രൽ ഗവൺമെൻറ് കൊണ്ടുള്ള ഒരു മെഡിക്കൽ ഇൻഷുറൻസ് പോളിസി സ്കീമാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇൻഷുറൻസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് ആയുഷ്മാൻ ഭാരതിൽ അംഗമാകുന്ന സമയത്ത് ഏകദേശം 1200 വരുന്ന രോഗങ്ങൾക്ക്, ട്രീറ്റ്മെൻറ്റുകൾക്ക് അതിൽ ഫ്രീ ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. അല്ലേ, അവിടെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയാൽ മാത്രം മതി, ആയുഷ്മാൻ ഭാരതിൻ്റെ എൻറോൾമെൻറ്റ് കാർഡുമായിട്ട് പോയാൽ മതി, നമുക്ക് എന്ത് ചെയ്യാം, ഫ്രീ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് വരാൻ പറ്റും. ക്ലിയർ? അപ്പോൾ ചില പോളിസികൾ അത്ര ഉണ്ടാവില്ല. ക്ലിയർ? കുറച്ച് ഡിസീസുകൾ ഒഴിവാക്കിയിട്ടുണ്ടാകും. ചിലതിൽ 4, 5, 10 ഡിസീസുകൾ മാത്രമേ കവർ ചെയ്തിട്ടുണ്ടാവുള്ളൂ. ചിലപ്പോൾ 10, 20 ഡിസീസുകൾ ഒഴിവാക്കിയിട്ടായിരിക്കും ഇൻഷുറൻസ് പോളിസി കൊടുക്കുക. അപ്പം ഇങ്ങനെ പലതരത്തിലുള്ള പോളിസികൾ, ഇതിനനുസരിച്ച് അതിൻ്റെ പ്രീമിയം വ്യത്യാസം വരും. ക്ലിയർ? സോ ഹെൽത്ത് ഇൻഷുറൻസ് വിച്ച് ഓഫേഴ്സ് പ്രൊട്ടക്ഷൻ ഫ്രം increasingly high medical cost is offered in a variety of policy types and terms. Then health insurance is not designed to pay long-term health care expenses. ക്ലിയർ? അത് 1 ഇയറിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഓരോ വർഷം ഇത് എന്ത് ചെയ്യണം, പുതുക്കി ചെയ്യണം. ക്ലിയർ? ഓരോ വർഷം കഴിയുമ്പോഴും വീണ്ടും അടുത്ത പോളിസി എടുക്കണം. ഓക്കെ. അതുപോലെ തന്നെ ചില പോളിസികൾ എന്ത് ചെയ്യുന്നു, സോ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് പാർഷ്യലി ഫോർ ദ കെയർ ഓഫ് ക്രോണിക് ഇൽനെസ്. ചില കേസസിൽ ചില കാര്യങ്ങളൊക്കെ ഒഴിവാക്കും. അപ്പോൾ ക്രോണിക് ആയിട്ടുള്ള ഇൽനെസ് ഉണ്ടെങ്കിൽ അതിന് പാർഷ്യൽ കവറേജ് മാത്രമേ കിട്ടുള്ളൂ. ക്ലിയർ? ചില കേസസിൽ കവറേജ് കിട്ടില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ചില ഇൻഷുറിക്കോ സർജറിക്കോ എന്ത് ചെയ്യില്ല, കവറേജ് കിട്ടില്ല. ക്ലിയർ? ചില സർജറി, സ്കാൻസ്, ഇതിനുള്ള എമൗണ്ട് ഒക്കെ കിട്ടും. ഓക്കെ, അങ്ങനെയൊക്കെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പോളിസി ഇൻഷുറൻസ് കമ്പനി ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതിനനുസരിച്ച് പ്രീമിയത്തിൽ വ്യത്യാസം ഉണ്ടാകും. സോ ദ കോൺട്രാക്ട് സ്പെൽസ് ഔട്ട് ദി പോർഷൻ ഓഫ് ദി
medical expenses the insurance company will pay and how much the proposer is required to pay as premium. അപ്പോൾ ഇതിന് വേണ്ടി എത്ര പ്രീമിയം അടയ്ക്കണം, എത്ര എമൗണ്ട് കൊടുക്കും, ഏതൊക്കെ ഡിസീസിനാണ് കൊടുക്കുക, ഏതൊക്കെ ഇതിൽ ഉൾപ്പെടില്ല എന്നൊക്കെ പോളിസിയിൽ വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ടാവും. ദെൻ ചില പോളിസികളിൽ, ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയിൽ എന്തുകൂടെ കൊടുക്കുന്നു, ഔട്ട് ഓഫ് പോക്കറ്റ് മണി കൂടെ കൊടുക്കുന്നു. ക്ലിയർ. ഇപ്പോൾ ഒരു ഇൽനെസ് ഒക്കെ വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, അതിൻ്റെ ഭാഗമായിട്ട് ട്രീറ്റ്മെൻറ്റിൽ കഴിയുന്ന സമയത്ത് എന്തുണ്ടാവില്ല അല്ലേ, വരുമാനമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ പോക്കറ്റിൽ നമ്മൾ കുറേയധികം പൈസ മുടക്കിയിട്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്ന ഒരു പോക്കറ്റ് മണി കൂടെ കൊടുക്കാറുണ്ട്. ക്ലിയർ. ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻസസ് കൂടെ മീറ്റ് ചെയ്യുന്ന തരത്തിലായിരിക്കും ഇത് കവർ ചെയ്തിട്ടുണ്ടാവുക. ക്ലിയർ. സോ ദ ഹയർ ദി ഡിഡക്റ്റബിൾസ് ദ ലോവർ വിൽ ബി ദി ഇൻഷുറൻസ് പ്രീമിയം. ക്ലിയർ. അപ്പോൾ രോഗങ്ങളുടെ അളവും കവറേജൊക്കെ കുറയ്ക്കും തോറും പ്രീമിയം കുറയും, അത് കൂട്ടും തോറും പ്രീമിയം കൂടും. ഓക്കെ. So the policy may also require to pay a percentage of the bill by the insured, which is known as a co-insurance. അപ്പോൾ ഈ രീതിയിലും ചെയ്യാറുണ്ട്. സോ ദ പോളിസി മേ ആൾസോ റിക്വയർ ടു പേ എ പെർസെൻറ്റേജ് ഓഫ് ദി ബിൽ ബൈ ദി ഇൻഷുർഡ്. ക്ലിയർ. ആകെയുള്ള ചിലവിൻ്റെ 10% ഇൻഷുർഡ് അടയ്ക്കണം, ബാക്കിയുള്ള 90% ഇൻഷുറൻസ് കമ്പനി അടയ്ക്കും. അങ്ങനെയുള്ള പോളിസികളും വരാറുണ്ട്. ക്ലിയർ. ഒരു കോ ഇൻഷുറൻസ് പോലുള്ളൊരു സിറ്റുവേഷനാണ്. സോ ഇൻ അഡീഷൻ ടു ദി ഡിഡക്റ്റബിൾ ആൻഡ് co-payment. ക്ലിയർ. co-payment, ഡിഡക്റ്റബിൾസ്, ഇതൊക്കെ അതിൽ അഡ്ജസ്റ്റൻ്റ് ആയിട്ട് വരാവുന്ന ചില കണ്ടീഷൻസ് ആണ്. ഓക്കെ. അപ്പോൾ co-payment എന്താണ് ഉദ്ദേശിക്കുന്നത്, ഇൻഷുർഡ് കുറച്ചടയ്ക്കുന്നു, ഇൻഷുറൻസ് കമ്പനി വേറെ കുറച്ചടയ്ക്കുന്നു. ക്ലിയർ. അപ്പം നേരത്തെ പറഞ്ഞ 5% വിൽ ബി പെയ്ഡ് ബൈ ദി ഇൻഷുർഡ്. ക്ലിയർ. റെസ്റ്റ് ഓഫ് 95% വിൽ ബി പെയ്ഡ് ബൈ ദി ഇൻഷുറൻസ് കമ്പനി. ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ. അതുപോലെ തന്നെ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻസ് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റും. ക്ലിയർ. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നു. So co-insurance is capped at an annual maximum amount, at which point the insurance company would pay 100% of the insurance covered benefits for the remainder of the calendar year. സോ നമ്മളൊരു ഇൻഷുറൻസ് എടുത്ത ശേഷം കോ ഇൻഷുറൻസ് ബാധകമായിട്ടുള്ള സ്ഥിതിയാണെന്ന് വിചാരിക്കുക. ക്ലിയർ. അപ്പോൾ ആദ്യത്തെ കേസ് നമ്മൾ ഇൻഷുറൻസ് ഒക്കെ അടച്ചു ഒരു നിശ്ചിത പരിധി വെച്ചിട്ടുണ്ടാവും. ക്ലിയർ. സബ്ജക്ട് ടു മാക്സിമം ഓഫ് ദിസ്. ക്ലിയർ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 10,000 rupees വരെയുള്ള ഒരു എമൗണ്ടിന് 10% വരെ ആര് ചെയ്യണം, ഇൻഷുർഡ് തന്നെ അടയ്ക്കണം. ക്ലിയർ. സോ 10,000 rupees വരെ ഇൻഷുർഡ് അടയ്ക്കണം. 10% of the premium, 10% of the medical bill subject to a maximum of 10,000 rupees shall be paid by the insured. അപ്പോൾ ഇൻഷുർഡ് എന്ത് ചെയ്യണം, ഇൻഷുറൻസ് പോളിസി എടുത്തിരിക്കുന്ന വ്യക്തി ബില്ലിൻ്റെ 10% അല്ലെങ്കിൽ 10,000 രൂപയോ ആണ് അടയ്ക്കുക. അതിനേക്കാളും കൂടുതൽ വന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് ചെയ്യും, ബാക്കിയുള്ള വരുന്ന എല്ലാ എമൗണ്ടും ഇൻഷുറൻസ് കമ്പനി തന്നെ അടയ്ക്കും. അതാണ് ഈ താഴെ പറഞ്ഞ കണ്ടീഷൻ. ഓക്കെ. ഇതൊക്കെയാണ് ഹെൽത്ത് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. ഓക്കെ.